السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അഭിവന്ദരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളിൽ പ്രധാനികളായ ഇസ്മായിൽ തങ്ങൾ പാപ്പ, ഷറഫുദ്ദീൻ തങ്ങൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, വേദിയിലുള്ള ഉമറാക്കൾ, സദസ്സിലുള്ള ആലിമീങ്ങൾ, ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് താജുൽ ഉലമയും അതുപോലെ അവിടുത്തെ പൊന്നുമക്കൾ, അവിടുത്തെ പേരക്കുട്ടികൾ, അവിടുത്തെ മഹബത്തിന് വേണ്ടി അവരുടെ പൊരുത്തം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് എടുക്കാനല്ല ഞങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു പൊരുത്തത്തിനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹല്ല സംഗമം എന്ന പേരിൽ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനും ചില വിഷയങ്ങൾ ചിന്തിക്കാനും മഹാന്മാരുണ്ട്. എല്ലാവരെയും ഇരുത്തി എൻ്റെ പിന്നിൽ ക്ലാസുകൾ ഇവിടെ നടക്കാനുമുണ്ട്. എൻ്റെ അനുജന്റെ തുല്യമായ കട്ടിപ്പാറ സഖാഫി അടക്കമുള്ളവർ, മറ്റു ആലിമീങ്ങളൊക്കെ ഇവിടെയുണ്ട്. കുറഞ്ഞ സമയം ഉദ്ഘാടനത്തിൽ തങ്ങളുസ്താദ് പറഞ്ഞ ഒരു വാക്ക് വല്ലാതെ ചിന്തിപ്പിച്ചു. ഒരു ഉസ്താദിൻ്റെ അവസ്ഥ പറഞ്ഞത്, നമ്മളൊക്കെ ഒരു മദ്രസ കമ്മിറ്റി മെമ്പറാണ് എങ്കിൽ, ഒരു പള്ളി കമ്മിറ്റി മെമ്പറാണ് എങ്കിൽ, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തറഅ അഹഫിള അം ലയ്യ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സാധാരണ ഒരു മഹല്ല് കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ലിലെ ആളുകളല്ല ഇരിക്കുന്നത്. നീണ്ട വർഷക്കാലം താജുൽ ഉലമ എന്ന അഭിവന്ദരായ ശൈഖുനയ നേതൃത്വം നൽകിയ മഹല്ലിലെ ആളുകൾ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മനസ്സ് തുറന്നങ്ങ് പറയാ, പ്രിയപ്പെട്ടവരോട്, നോർത്ത് കർണാടകയുണ്ട്, സൗത്ത് കർണാടകയുമുണ്ട്. ഞങ്ങളിപ്പോൾ വരുമ്പോൾ വാഹനത്തിൽ വെച്ച് സംഘടനാ കുടുംബത്തിലെ സഹോദരങ്ങൾ സംസാരിച്ചു. നോർത്ത് കർണാടകയുടെ അവസ്ഥയും സൗത്ത് കർണാടകയിൽ ഈ കാണുന്ന വെളിച്ചം അത് മൂടി വെച്ച് കൊടുത്തുകൊണ്ട് കാര്യമായില്ല. ഈ പ്രകാശവും വെളിച്ചവും മഹബത്തും ദീനിനോടുള്ള അടുപ്പവും അത് താജുൽ ഉലമയുടെ ആ വരവും ശൈഖുനയുടെ ബന്ധവും ശൈഖുനയുടെ പാദസ്പർശം ഏറ്റുപോയ മണ്ണിന്റെ പവറുമാണ്. നോർത്തിലേക്ക് എടുത്ത് നോക്കിയാൽ ആ വ്യത്യാസം നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളെക്കാളും നിങ്ങൾക്കറിയാം. നോർത്തിന്റെ അവസ്ഥയും സൗത്തും രണ്ടും രണ്ടായി. ചെറിയ മാറ്റമൊന്നുമല്ല ഉള്ളത്. അതുപോലെ നീണ്ട കാലം നേതൃത്വം നൽകി ശൈഖുന. ഞാനിവിടെ സമയം വളരെ പരിമിതിയുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയത്തിൽ ഒരു ഓട്ടപ്പറച്ചിലാണ് നടത്തുന്നത്. 3:45 ട്രെയിന് ഉണ്ട് പോകണമെന്ന് സംഘാടന അറിയിച്ചിട്ടുണ്ട്. അപ്പോ സമയം ഒതുക്കി ഞാൻ പറയുകയാണ്. ഇവിടെ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ ഈ പൊരുത്തത്തിന് വന്നിരിക്കുക. അപ്പൊ ഇവിടെ ഒരു ഓട്ടപ്പറച്ച് നിലക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മൂടി വെക്കേണ്ട താജുൽ ഉലമയുടെ മക്കളാണ് നിങ്ങൾ. അവിടുന്ന് പോകുമ്പോ പിന്നീട് ഇന്നലെ ശൈഖുന സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഇവിടെ വന്നല്ലോ സഹോദരങ്ങളെ. ഞാൻ വന്നത് അത് ഈ മഹബത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇന്ന് ശൈഖുന പൊന്മൾ ഉസ്താദ് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പോകുമ്പോഴും പറഞ്ഞത് ആ മഹബത്തും ആ പൊരുത്തത്തിനും
വേണ്ടി വന്നതാണെന്ന് നടക്കാൻ വയ്യ അവസ്ഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ താജുൽ ഉലമയുടെ മക്കളാണ് നമ്മൾ. താജുൽ ഉലമയുടെ ജീവിതകാലത്ത് തന്നെ ഇന്നലെ ശൈഖുന ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ എൻ്റെ ഇളയ മകനെ താൽക്കാലികമായി ഏൽപ്പിക്കുന്നുണ്ട്. ജീവിതകാലത്ത് ഉള്ളാളത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളെ എൻ്റെ ഇളയ മകനെ ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ നേരിൽ കേട്ടു എന്ന് ശൈഖുന ഇന്നലെ ഇവിടെ പരസ്യമായി പറഞ്ഞു. അത് കേട്ടവരാണ് നമ്മളൊക്കെ. പിന്നെ ശൈഖുനയുടെ ശേഷം ബഹുമാനപ്പെട്ടവർ നിങ്ങൾക്ക് നേതൃത്വം നൽകി. അത് ചെറിയ നേതൃത്വമൊന്നുമല്ല. മഹാനവറുകൾ ആരാണെന്ന് ഞാൻ കുറെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങളെക്കാളും. ഇപ്പൊ നിങ്ങൾക്ക് നേതൃത്വം അതിന് ശേഷം മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ശൈഖുനയാണ് ഇപ്പോ ആ സ്ഥാനത്ത് ഇരിക്കുന്നതും. അപ്പൊ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. താജുൽ ഉലമ ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് സൂചിപ്പിച്ചു. ആലിമീങ്ങൾക്കൊക്കെ അറിയാം, 10 വാള്യമുള്ള തുഹഫ എന്ന ഗ്രന്ഥം കാണാതെ ദർസ് നടത്തിയിരുന്ന 50-50 വർഷം കാണാതെ ദർസ് നടത്തിയിരുന്ന ആ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമ ശൈഖുന ബേക്കൽ ഉസ്താദൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ശൈഖുനയുടെ ചെറിയ മക്കളാണ്. ബേക്കൽ ഉസ്താദ് ആരായിരുന്നു? ഞങ്ങൾ ശൈഖുനയുടെ ചെറിയ മക്കളാണ്. ബേക്കൽ ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പോ മഹാനവറുകൾ ശൈഖുനയുടെ മക്കളായ നിങ്ങൾ അഭിമാനത്തോടെ പറയാ. അതുപോലെ തന്നെ അവിടുത്തെ പൊന്നുമകനെ കുറിച്ച് എന്റെ മോനോട് നിങ്ങൾ കളിക്കരുതെന്ന് പലപ്പോഴും പറഞ്ഞത് ഇന്നലെയും പല മഹാന്മാരിവിടെ അയവിറക്കുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. എന്റെ മോനോട് കളിക്കരുത്, എന്റെ ഇളയ മകനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ വാക്കുകളൊക്കെ കടുകട്ടി നോക്കൂ നിങ്ങൾ. ഞാനിവിടെ പറയുന്നത് നീണ്ട 33 കൊല്ലം ഇവിടെ ബഹുമാനപ്പെട്ടവർ വന്ന് അന്നത്തെ സ്ഥിതി ഞാനിവിടെ അബൂബക്കർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 33 കൊല്ലം ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ ഖുറത്തു സാദാത്ത് തങ്ങൾ ഉപ്പാപ്പയുടെ താങ്ങും തണലും അത്താണിയും എല്ലാത്തിനും ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാത്തിനും അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ ഈ നാട്ടിന്റെ ഉമറാക്കളുടെ നേതൃത്വമായി നടക്കുന്ന നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അബൂബക്കർ നമ്മുടെ ഇച്ചാന്നവിടെ പറയാറില്ല. അബൂബക്കർ സാഹിബ് അവർക്കറിയാം. ഞാനൊരു 30 കൊല്ലം മുമ്പ് എന്നെ തങ്ങൾ ഉസ്താദ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കൂറ എന്ന സ്ഥലത്ത്. അദ്ദേഹം ചമ്മാട് ശൈഖുനാന്റെ കൂടെ ഉസ്താദിന്റെ കൂടെയാണുള്ളത്. അന്ന് ഇവിടുത്തെ ചുറ്റുപാട് അബൂബക്കർഭായിക്ക് അറിയോന്ന് ഓർമ്മല്ലോ, കിടക്ക അവിടെ സ്ഥലം ചോദിച്ചപ്പോ ആളിങ്ങനെ ഒരു പരക്കം പോയൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയുടെ മൂലയിൽ, പള്ളി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പള്ളിയൊന്നല്ല, 30 കൊല്ലം മുമ്പുള്ള സ്ഥിതി. അപ്പൊ അത് ഇന്നത്തെ വെളിച്ചം നോക്കും നിങ്ങൾ. ഈ വെളിച്ചം എത്രയോ പാവങ്ങളുടെ താങ്ങും തണലും അത്താണിയുമായ മഹാനായ ഖുറത്തു സാദാത്ത് സയ്യിദ് കോയമ്മത്തങ്ങൾ, ഫസൽ കോയമ്മത്തങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോ താജുൽ ഉലമയുടെ പലതും ഒപ്പിയെടുത്ത 100% കുരുത്തവും പൊരുത്തവും ലഭിച്ച ആ മഹാവ്യക്തിത്വത്തിന്റെ ഉടമ. എന്താണ് അവിടുത്തെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചു ഞങ്ങൾ. അവിടുത്തെ ലാളിത്യമുള്ള ജീവിതം, കിബിർ എന്താണെന്ന് അവിടത്തേക്ക് അറിയില്ല. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ നല്ല കടുപ്പമുള്ള, അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു സമയം ഒരു വർഷം ഇവിടെ നടന്നിട്ടുണ്ട്. ബേക്കൽ ഉസ്താദ് അടക്കമുള്ള പല ആളുകളും ഇടപെട്ട ചില വിഷയങ്ങളിൽ കടുപ്പത്തോടുകൂടെ അതിന് വിട്ടുവീഴ്ചയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ പരിസരത്തന്ന് ഒരു പ്രസംഗത്തിൽ വന്നിരുന്നു. അന്നാണ് ഇത് ഒരു ഗർജിക്കുന്ന, അങ്ങനെ ഗർജിക്കുന്ന ഒരു സിംഹമാണ്, പുലിയാണെന്നൊക്കെ സാധാരണ പറയാറില്ല ആളുകള്. പക്ഷേ അവിടുത്തെ ജീവിതത്തിൽ കുറെ സിയാറത്തിനും മറ്റൊക്കെ കൂടെ പോയിട്ടുണ്ട്. ഓസുൽ ആദം ഞങ്ങളുടെ അരികിൽ പോയിട്ടുണ്ട്.
അതുപോലെ തന്നെ മിസ്റിൽ ഷാഫി ഇമാം അടക്കമുള്ളവരുടെ അരികിൽ ബഹുമാനപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് താജുലയുടെ മോനാണെന്ന് പറഞ്ഞറിയിക്കണം. അവിടുത്തെ ആ നടത്തും അവിടുത്തെ ഇരുത്തും അവിടുത്തെ 10-60 ആളുകളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞാനത് ഇപ്പൊ പറയുന്നത് മഹാനവരുടെ ആത്മീയ നേതൃത്വം ഇപ്പോഴും നിങ്ങൾക്കുണ്ട്, അല്ല നമുക്കുണ്ട്. അവിടുത്തെ ജീവിതം സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ അതിലൊരു വിട്ടുവീഴ്ച നൽകില്ല. ഒരു പണക്കാരെന്ന നിലക്കൊരു പ്രത്യേക സ്നേഹം, പാവപ്പെട്ടവനൊക്കെ ഒരു 2ാം സ്ഥാനത്ത്, അങ്ങനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ജീവിതം അവിടുത്തെ അരികിൽ കാണില്ല. ഞാൻ പറയുന്നത് ഈ മഹാന്മാർ നേതൃത്വം നൽകുന്ന ഈ മഹാന്മാരുടെ തണലുള്ള മഹല്ലുകളിലെ ആളുകളാണ് ഈ ഇരിക്കുന്ന നിങ്ങൾ. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. പക്ഷേ നമ്മൾ ചില്ലറക്കാരല്ല. നമ്മൾ ആരാണെന്ന് ഓർക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രം. വൈരത്തുരൂപ്പാപ്പ പറഞ്ഞൊരു പദമുണ്ട്, അത് ഞങ്ങൾ സംഘടനാ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈലത്തൂര് തങ്ങൾ മരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അപ്പൊ ഒരിക്കലും ഉസ്താദ് ചോദിച്ചു, അതെന്താ തങ്ങളെ അങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നത്? അപ്പൊ വൈലത്തുരുപ്പാപ്പ എന്ന് പറഞ്ഞാല് സിയും വലിയുള്ളപ്പാപ്പയുടെ പലതും ഒപ്പിയെടുത്തൊരു മുത്താണത്. അറിയുന്നവർക്കൊക്കെ അറിയാം. മഹാനവറുകൾ പറയാ, AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഈ വൈലത്തൂർ തങ്ങൾ മരിച്ചാൽ AP ഉസ്താദിന്റെ നാവ് കൊണ്ട് വൈലത്തൂർ തങ്ങളുടെ ഖബർ പ്രകാശിപ്പിക്കണേ എന്ന് ദുആ ചെയ്താൽ വൈലത്തൂരിന്റെ ഖബർ പ്രകാശിക്കും. അത്രമാത്രം മഹത്വമുള്ളവരാണ് ശൈഖുന സുൽത്താനുൽ ഉലമ. അവിടുന്ന് നേതൃത്വം നടത്തുന്ന നൽകുന്ന മഹല്ലുകളിലെ ഭാരവാഹികളും അംഗങ്ങളുമാണ് ഈ ഇരിക്കുന്ന നമ്മളെന്ന് ഓർക്കേണ്ടതുണ്ട്. അവിടുത്തെ ജീവിതം അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ മഹത്തുക്കൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ നാട്ടിലുള്ള പാവങ്ങളാണ് നമ്മൾ. തുറന്നു പറയാലോ, അവിടുത്തെ മക്കളുടെ സ്ഥാനത്തുള്ള മുഹിബ്ബീങ്ങളാണ് നമ്മൾ. പക്ഷേ ഉത്തരവാദിത്വം വലുതാണ്. ഇന്നല്ലാഹ സായിറുൻ കുല്ല റാഇൻ. ഒരു മദ്രസ കമ്മിറ്റി മെമ്പർ, പള്ളി കമ്മിറ്റി അവിടെ നിൽക്കട്ടെ, ഒരു മദ്രസ കമ്മിറ്റി മെമ്പർ ആവാൻ അല്ലാഹു തആല ഒരാൾക്ക് അവസരം കൊടുത്തോ അത് അനുഗ്രഹമുണ്ട്. അൽഹംദുലില്ലാഹ്. ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിഞ്ഞാൽ യാ ഹബ്ബദൽ ജന്നത്തു വഖ്തറാബുഹ, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കാൻ കഴിയും. ഇല്ലെങ്കിലോ അതിന്റെ ഭവിഷ്യത്ത് ചെറുതൊന്നല്ല. ഇന്നല്ലാഹ സായിറുൻ കുല്ല റാഇൻ അമ്മസ്തറഅ അഹഫിള അം ദയ്യ. റസൂലുള്ളാഹി പറയാ, നിർവഹിച്ചോ ഇല്ലേ? ഉസ്താദുമാർ വേദിയിലും സദസ്സിലും ധാരാളം മഹാന്മാരുണ്ട്. അവർക്കറിയാം ശരിക്ക് ചോദിച്ചിട്ടേ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടേ മരിക്കൂ. ചെറിയ വിഷയം ഒരു കമ്മിറ്റി മെമ്പറാകാൻ കഴിഞ്ഞാൽ മാമിൻ വാരിൻ യലി റഇയ്യത്തും മിനൽ മുസ്ലിമീൻ. ഈ മുസ്ലിം ഉമ്മത്തിൽ ഇന്നുള്ള നേതൃത്വമുള്ള പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റി അതുപോലെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതിൽ ആ കമ്മിറ്റിയിൽ ഒരു അവിടെ ഭാരവാഹി അവിടെ ഒന്നുമില്ല, ഒരു എക്സിക്യൂട്ടീവ് അംഗമായി ഒരു പ്രവർത്തക സമിതി അംഗം ഒരു മെമ്പറാകാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാമിൻ ബാരിൻ ഫയമൂതു വഹുവ ഗാശുൻ. മഹാന്മാർ പിടിക്കുന്ന ഗൊശയെന്ന് പോകുന്നതാ. ഉസ്താദുമാർക്കറിയാം വഹുവ ഗാശുൻ. അങ്ങനെ ഒരു കമ്മിറ്റി മെമ്പറായി എന്നിട്ട് അയാൾ മരിക്കുന്നു. പള്ളി കമ്മിറ്റി ആവട്ടെ മദ്രസ കമ്മിറ്റി ആവട്ടെ, അയാൾ മരിക്കുന്നു. വഹുവ ഗാശുൻ, ചതിയനായിട്ട്. ആ വ്യക്തി വഞ്ചിക്കുകയാണ് മഹല്ലുകാരെ ചെയ്തത്. ആ കസേരയിൽ ഇരിക്കാൻ ഈ വ്യക്തി ഇരുന്നില്ലെങ്കിൽ എത്രയോ ആളുകൾ ആ മഹല്ലിലുണ്ട്. ഇരിക്കാൻ പറ്റിയ എത്ര ആളുകളുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ പറയുന്നത് പോലെ തിന്നില്ല തീറ്റിക്കൂല്ല. ഇരുന്നിട്ടുണ്ട്, എന്നാ വല്ലതും ചെയ്യൂല. ആ നിലക്ക് ആ കമ്മിറ്റിയിലെ മെമ്പറായ വ്യക്തി മരിക്കുന്നുവെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം ആ പള്ളി കമ്മിറ്റി മെമ്പറുടെ മേൽ മദ്രസ കമ്മിറ്റി മെമ്പറുടെ മേൽ അല്ലാഹു തആല ഹറാമാക്കി കളയുന്നതാണ്.
കടുപ്പുള്ളൊരു വിഷയമാണ്. എവിടെ ഇരുന്നാലോ ഇരുന്നിട്ട് പോലും ചെയ്താലോ അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ദീനിന്റെ അതൊരു സംഘടനയാവട്ടെ മഹല്ലുകളാവട്ടെ എന്താണെങ്കിലും അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ് ദീനിന്റെ ഒരു മഹല്ല് സംഘടന അതിലൊരു അംഗമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത്. അത് വല്ലാത്തൊരു വിഷയമാണ്. മഹാനായ ശൈഖുന നൂറുൽ ഉലമ താജുൽ ഉലമ ഇരുന്ന കസേരയിൽ പിന്നെ ഇരിക്കുന്നത് നൂറുൽ ഉലമയാണ്. ആ ഇരുത്തൊക്കെ അവിടുന്ന് പറയുന്ന വാക്കുകൾ കേൾക്കണം. നൂറുൽ ഉലമ ലോകത്തോട് സമസ്ത പ്രസിഡന്റായി ലോകത്തോട് വിട പറയുമ്പോ ഇന്നത്തെ റഈസുൽ ഉലമ മഹാനവറുകൾ അവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഒരു വാക്ക് പറഞ്ഞു, സുലൈമാൻ മുസ്ലിയാരെ, നിങ്ങൾക്ക് എം.എ. ഉസ്താദിന്റെ കണ്ണടഞ്ഞപ്പോ 10,000 വരവും അതുവായും അത് നിങ്ങളൊക്കെ ഒഴിവാക്കണോ? ഉടനെ ശൈഖുന പറഞ്ഞേ, ഇരുന്നോളാം. നിങ്ങൾ എന്താ അറിയാ, ഒരു ദുആ, ചെറിയ വിഷയം ഒരു മഹല്ല് കമ്മിറ്റി ഭാരവാഹിയാകുക, മെമ്പറാവാൻ കഴിയുക എന്നാൽ ആ മഹല്ലിൽ ഒരുപാട് പാവങ്ങളുടെ ദുആ കിട്ടണം. ശാപം ഏറ്റുവാങ്ങരുത്, ശാപം ഏറ്റുവാങ്ങരുത്. ചില ആളുകൾ നിങ്ങളോട് ഇവിടെ പറയേണ്ടതില്ല, ഞങ്ങളുടെ ആ ഭാഗങ്ങളൊക്കെ സംസാരിക്കാം, അവിടെയൊക്കെ കാടുകാർ പറയേണ്ടി വരും. ഉസ്താദിന് തങ്ങൾ ഉസ്താദിന്റെ അതെന്നെ ചിന്തിപ്പിച്ചു, ചിലത് പറയേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ഒരു ഉംറ കഴിഞ്ഞ് വന്നാൽ മതി, കമ്മിറ്റി ഭാരവാഹിയോ മഹല്ല് കമ്മിറ്റി ഒരു മെമ്പറായാൽ മതി. ഒരു ഉംറ കഴിഞ്ഞ് വന്നാൽ ആ മനുഷ്യനെ കൊണ്ടുള്ള ഒരു ശല്യം, അങ്ങനെ പറഞ്ഞ വിഷമാകും. ഇവിടെ ഒരു ഉംറ കഴിഞ്ഞ് വന്നാൽ ആ നാട് കുട്ടിച്ചോറാകുന്ന ഒരവസ്ഥ. ഇയാളിപ്പോ ഒരു ഉംറ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, ഇനി അവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ ശല്യ, എന്തൊരു ശല്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടറിയാം. അങ്ങനെ നമ്മൾ ആവരുത്. ഒരു മെമ്പറായ മനുഷ്യൻ നാട്ടിലുള്ള എല്ലാവരുടെ ഒരു ദുആ എനിക്ക് കിട്ടണം. അതാണ് ഒരു കമ്മിറ്റി മെമ്പർ ചിന്തിക്കേണ്ടത്. ഭാരവാഹിയോടെ നിൽക്കട്ടെ, ഒരു കമ്മിറ്റി മെമ്പർ ചിന്തിക്കേണ്ട ഒരവസ്ഥ അതാണ്. തങ്ങൾ ഉസ്താദ് ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ ഒരു ഉസ്താദിന്റെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിനുമല്ല, 22 കൊല്ലം ഒരു മഹല്ലിൽ നിന്ന ഉസ്താദ്, ആ നാട്ടിൽ ആ ഉസ്താദ് പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഉംറക്ക് പോയി. മക്കയിൽ വെച്ചൊരു ക്ലാസ് കേട്ടത്രേ. എന്താ ക്ലാസ് അറിയാം നിങ്ങള്? ഉപ്പുകൊണ്ട് തുടങ്ങല് സുന്നത്താണ്. ഭക്ഷണേ ഉപ്പുകൊണ്ട് തുടങ്ങല് സുന്നത്താണ്. ഇയാളത് പിടിച്ചു വന്നു. ഈ വ്യക്തി, എനിക്ക് ആ മഹല്ലും അറിയാ, ഈ വ്യക്തിനെ അറിയാ, ഉസ്താദിനെ അറിയാ. അപ്പോ ഇയാൾ ഉംറ കഴിഞ്ഞ് വന്നിട്ട് ഉസ്താദിനെ 3 പ്രാവശ്യം വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്തിനാന്നറിയങ്ങള്? ഈ ഉസ്താദ് ഉപ്പുകൊണ്ട് തുടങ്ങുന്നുണ്ടോ നോക്കാൻ. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മളെ ഹാലൻ എന്തൊക്കെ നോക്കാണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഇയാളെ പണിപ്പോ ഉംറ കഴിഞ്ഞ് വന്നിട്ട് എന്താ, മക്കത്തുനിന്നൊരു പുതിയ ഇൽമ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ഉപ്പ് കൊണ്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാണ്ട്, ഉപ്പ് തിരിഞ്ഞങ്ങൾക്ക് ഒന്ന് മൂളിയ ബീവികളെ ഉച്ചക്ക് ശേഷമാണ്. അപ്പോ ഉപ്പ് കൊണ്ട് തുടങ്ങുണ്ടോ നോക്കുക. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ ഈ വ്യക്തി ചെറിയ കുപ്പി ഉണ്ടല്ല, ആ കുപ്പിയിൽ കുറച്ച് ഉപ്പ് കൊടുക്കുക അവിടെ, എന്നിട്ട് വിട്ടു നിന്ന് വീക്ഷിക്കുക ഉസ്താദ് ഉപ്പുകൊണ്ട് തുടങ്ങണ്ട. അതിന്റെ രണ്ടാമത് വിളിച്ചു. രണ്ടാമത്തെ ദിവസവും ഉപ്പുകൊണ്ട് തുടങ്ങിയില്ല സാധു ഉസ്താദ്. 3-ാമത്തെ ദിവസം തുടങ്ങിയില്ല, ആള് ഭക്ഷണം കഴിച്ചു പോയി. പിന്നൊരു ദിവസം ഈ ഉസ്താദ് ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തും അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തും സാധാരണക്കാർക്ക് തിരിയാൻ പറയാം, അത് ഒരുപോലെയാണ് ഇരുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാരനെ ശൈലി മാറി. ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്ത നിങ്ങള് മഹൽ കമ്മിറ്റിയിൽ പറഞ്ഞു, ഉസ്താദ് സുന്നത്തെടുക്കാറില്ല, 2 സുന്നത്ത് ഒഴിവാക്കാറുണ്ട്. അതുകൊണ്ട് ഉസ്താദിനെ ഞാൻ തുടർന്ന് നിസ്കരിക്കൂല. അപ്പൊ നിർത്താനേ. അപ്പോ ഈ സിറാജ് ഭായി നിർത്താൻ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നില്ല. അത് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ വിഷയങ്ങൾ മറന്ന സുന്നത്തെടുക്കാറില്ല. അപ്പൊ എന്നിട്ട് അവസാനം ഈ ചെറുപ്പക്കാരൻ ഇയാളെ മദ്രസ പഠിപ്പിച്ച മുഴുവൻ ഉസ്താദാ. എന്നിട്ട് പറയും, ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞാൻ. ഉസ്താദ് ഉണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റി തുടരൂല. അപ്പൊ നാട്ടിലെ വിഷയം വേണ്ട, നബിൻ ഉസ്താദിന്. ഈ ഒരൊറ്റ ചെറുപ്പക്കാരന്റെ വാശി കേട്ടോ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളി.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ കണ്ണീരൊടുക്കുന്നൊരവസ്ഥ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ ഭരിക്കൂ. അത് ഏതൊരു മെമ്പറായിട്ടും കാര്യമല്ല. ഇഖ്തഅ ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ വതുല്ലാബിൽ ഇൽമി കൈലാ യുമസ്സികക കിലാബുൻ നാർ. നരകത്തിൽ ഒരുപറ്റ നായകളെ, പട്ടികളെ അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ തക്ക കാരണമില്ലാതെ കണ്ണീരൊടുക്കിയ ഒരുവനുണ്ടോ അവന് ശരിക്ക് പിച്ച് ചീന്താൻ ഇഖ്തഅ ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ റസൂലുള്ള പഠിപ്പിച്ച ഒരാശയ. ഞാൻ പറയുന്നത്, ഈ വ്യക്തി പറഞ്ഞപ്പോ കമ്മിറ്റി കൂടിയിട്ട് എന്നാ പിന്നെ നാട്ടില് പ്രശ്നം വേണ്ട, ഉസ്താദിനെ ഒഴിവാക്കാം. ഇത് റജബിലാട്ടോ നടക്കുന്നത്. അങ്ങനെ കമ്മിറ്റി കൂടി രാജിക്കത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഷഅബാനായിട്ട് പോയാൽ പോരെ, 22 കൊല്ലായി, ഞാൻ ഷഅബാൻ പറഞ്ഞിട്ട് പോയാൽ പോരെ, വളരെ ലളിതമായ രൂപത്തിൽ. അപ്പോ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു, എന്നാ 1 മാസം ശമ്പളം ഞങ്ങൾ നേരത്തെ തരാം. അങ്ങനെ ഷഅബാന്റെ അപ്പൊ ഈ ശമ്പളത്തിനാന്ന് കരുതിയിട്ടുള്ളത്. ഈ ഉസ്താദിന്റെ പൊട്ടുന്ന മനസ്സ് ആൾ എഴുന്നേറ്റു പറഞ്ഞു, എടോ നിന്റെ ശമ്പളത്തിനല്ലടോ, 22 കൊല്ലം ഞാനിവിടെ നിന്നു. ഞാനിപ്പോ വീട്ടിൽ ചെന്നാൽ 1 മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നാൽ എൻ്റെ മക്കളുടെ കണ്ണുനീർ, എൻ്റെ പൊന്നുമ്മയുണ്ട്, എൻ്റെ ഉമ്മയുടെ കണ്ണുനീർ എനിക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഇന്നിറങ്ങും. നാളെ ഒരു വ്യാഴാഴ്ചയാണ് പറയുന്നത്, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോട്ടെ ചോദിച്ചു. അതിന് സമ്മതം കൊടുത്തു. കേൾക്കണം നിങ്ങൾ, ചില കമ്മിറ്റി ആളുകൾ എത്രമാത്രം കുരുത്തക്കേട് വാങ്ങി മരിക്കുന്നവരുണ്ടെന്നറിയോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ ആ ഉസ്താദ്, കമ്മിറ്റിക്കാർ പറയും ഉസ്താദിനോട്, നാളെ ജുമാക്ക് ഖുതുബക്ക് വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നാളെ വരും. അപ്പൊ ഈ ഉസ്താദ് പറയാ, എനിക്ക് ജുമാ വേണ്ട, ഞാനിവിടെ മൂലയിലിരിക്കാം, നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടൊരു യാത്ര ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അദബ് കുരുത്തം എന്നൊക്കെ പറഞ്ഞ 22 കൊല്ലം അവിടെ സേവനം ചെയ്ത ഗുരു പള്ളിയുടെ മൂലയിൽ, അകത്തെ പള്ളിയുടെ മൂലയിൽ ഇരിക്കുക. ഖുതുബ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടൊരു വാക്ക്, നമ്മുടെ പഴയ ഉസ്താദ് എന്നെങ്കിലും പറഞ്ഞിട്ടൊന്ന് വിളിച്ചൂടെ? വിളിച്ചില്ല. കാരണം ഉസ്താദിന് അനുവാദമല്ല അത്രേ. എന്നാ കമ്മിറ്റിക്കാർ വിളിച്ചോ? വിളിച്ചതുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഉസ്താദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണ്, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഈ ഉസ്താദ് പറയാം, അവസാന ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചാൽ മതിയായിരുന്നു, 1 മാസത്തോളമായി എൻ്റെ ഇടത് ഭാഗത്തൊരു ചോരക്കുരുണ്ട്, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദ്വാരക്കല്ലാരും കേട്ടാ. ആ ഉസ്താദ് ഒന്ന് കരഞ്ഞു. പക്ഷെ ആ കണ്ണുനീര് കാരണം ഈ വ്യക്തി പിന്നീട് അനുഭവിച്ചത് ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല. ഏതൊരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാവട്ടെ, അതിൻ്റെ ഒരു വലിയ ആശയമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്. അതിൻ്റെ ഒരു മഹത്ത് എന്ന് പറയും, അറബിയിൽ ഉസ്താദുമാർക്കറിയാം. അതാണിന്ന് ബഹുമാനപ്പെട്ടവര് ഇവിടെ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞപ്പങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം. മാമിൻ വാരിൻ യലി റഇയ്യത്തൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിം ഉമ്മത്തിൽ ഏതെങ്കിലും ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്വം ഒരു കമ്മിറ്റി മെമ്പറാകാൻ അവസരം കിട്ടിയാലും അയാൾ മരിക്കുന്നു എങ്ങനെയാണ്? ഒരു വഞ്ചകനായിട്ട്, ചതിയനായിട്ട്. അക്കസലിരുന്നുള്ള മഹല്ലിൽ ഒരുപാട് കാര്യം ചെയ്യേണ്ടതുണ്ട്. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുക, ഉസ്താദുമാരെ പിരിച്ചുവിടുക. ഇപ്പണി മാത്രമല്ല കമ്മിറ്റിക്കാർക്കുള്ളത്. ഇതല്ലേ ഈ കമ്മിറ്റി എന്നുള്ളത്. ഉദ്ഘാടനത്തിൽ കുറഞ്ഞ വാക്കുകളാണെങ്കിലും തങ്ങളപ്പ ചേർക്കൊണ്ടൊക്കെ ചേർത്തിട്ടുണ്ട്, ഉൾക്കൊള്ളിക്കൊണ്ടൊക്കെ ഉൾക്കൊള്ളിക്കും ചെയ്തു. ഒരു പിരിച്ചുവിടുക, ശമ്പളം കൊടുക്കുക, ഇതല്ല കമ്മിറ്റിക്കാരുടെ പണി. അവർ നിർവഹിച്ചില്ലെങ്കിലോ നിർവഹിച്ചാലോ നല്ല പദവി അള്ളാഹുർക്ക് കൊടുക്കും. നേരെ മറിച്ച്
അവർ നിർവഹിച്ചില്ലെങ്കിലോ അവർ ഉപ്പ് തൊട്ട കലം പോലെയാകും. മഹാന്മാര് പഠിപ്പിക്കുന്ന കാണാം, ആ പ്രസിഡന്റ് സ്ഥാനം മറ്റൊക്കെ അള്ള വേറെ ആളുകൾക്ക് കൊടുക്കും. ഈ വ്യക്തി ഉപ്പ് തൊട്ട കലം പോലെയാകും. ചെറിയ വാക്കുകളല്ലല്ലോ അത്. അതുകൊണ്ട് മഹല്ലിലെ പ്രിയപ്പെട്ട പ്രവർത്തകരും നേതാക്കളുമാണ് നിങ്ങൾ. അതും സാധാരണ മഹല്ലിന്റെ അല്ല. ഞാൻ തുറന്നു പറയുന്നു, താജുൽ ഉലമയുടെ മക്കളായ നിങ്ങൾ. താജുൽ ഉലമ കുറെ നേതൃത്വം നൽകി. എന്റെ പൊന്നുമകനോട് നിങ്ങൾ കളിക്കരുത്, എന്റെ മോനോട് നിങ്ങൾ കളിക്കരുത്. മഹാനായ കോയമ്പത്ത് സയ്യിദ് കോയമ്പത്തങ്ങൾ ഖുറത്തു സാദാത്ത് തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞത്, ഇന്നലെ ശൈഖുനോട് പറഞ്ഞു, എന്റെ ഇളയ മകനെ ഞാനിവിടെ നിയമിക്കുന്നതിന് പകരം എന്റെ പിന്നിൽ എന്ന് ഞാൻ നേരിട്ട് കേട്ടു എന്ന് ശൈഖുനോടെന്ന് പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ, മഹാനായ സയ്യിദ് കോയമ്പത്തങ്ങൾ ഉപ്പാപ്പ പോയപ്പോഴാണ് അത് ഉസ്താദ് ഇന്നിപ്പോ പൊന്മുള ഉസ്താദും പറഞ്ഞു, ശൈഖുനയും പറഞ്ഞു, പോയപ്പോഴാണ് ആരാണ് തിരിയുന്നത്. ചില്ലറക്കാരല്ല. അവിടുന്ന് എത്ര മല പോലെയുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ 41 യാസീൻ ഉണ്ടല്ല, ആ യാസീൻ കൊണ്ട് എത്ര പാവങ്ങൾ ഇവിടെയല്ല കേരളത്തിന്റെ മുക്കും ഗൾഫ് നാടുകളിൽ നീറി പുകഞ്ഞു നിൽക്കുന്ന പല ആളുകളും അവർ രക്ഷപ്പെടുത്തിയ രംഗങ്ങൾ കൂടുതൽ പറഞ്ഞ് ചൊല്ലിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ശൈലിയൊന്നല്ല. അതെന്തായാലും നിങ്ങള് താജുൽ ഉലമ ഉപ്പാപ്പയുടെ ആ ഹൃദയം തട്ടിയുള്ള പൊരുത്തം കുരുത്തം അത് സമ്പാദിച്ചൊരു മുത്താണ് മഹാനവറുകൾ. അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു, അവിടുത്തെ 100% കുരുത്തവും പൊരുത്തവും ലഭിച്ച അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമകൻ സയ്യിദ് മസ്ഊദ് തങ്ങൾ ചെറുപ്പക്കാരായ കുട്ടിയാണ്. പക്ഷെ ആ ഒരു പൊരുത്തം കൊണ്ട് ഹിമ്മത്ത് വേണമല്ലോ എന്തിനും. അല്ലാഹു വലിയ ഹിമ്മത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അതേ രൂപത്തിൽ ആ തണലിലൂടെ വാപ്പയുടെ പൊരുത്തത്തോടുകൂടെ ഇന്ന് പലതും അല്ലാഹു ആ ചെറുപ്പക്കാരനായ അവിടുത്തെ പൊന്നുമോൻ നമ്മുടെ പ്രിയപ്പെട്ട അനുജന് ആഫിയത്ത് കൊടുക്കട്ടെ, ആയുസ് അല്ലാഹു നീട്ടി കൊടുക്കുമാറാവട്ടെ. വല്ലാത്തൊരു ഹിമ്മത്ത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് കൂടുതൽ പറയാൻ സമയമല്ല. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പൊ നിങ്ങളെ അവിടെയൊക്കെ ഇന്നലെ എന്നെ ചിന്തിപ്പിച്ചൊന്നും എന്താ നിങ്ങള്, ശൈഖൻ എങ്ങനെ കസലിരിക്കുമ്പോ വലതുഭാഗത്ത് മസൂദ് തങ്ങൾ ഇരിക്കുന്നു, ഇപ്പുറത്ത് അവിടുത്തെ അനുജൻ ശൈഖിന് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ മോൻ, ആ 2 കുട്ടികള് ഒരു വാപ്പാന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന, അതെന്നെ വേറെ നിലക്ക് പലതും ചിന്തിപ്പിച്ചു. നമ്മുടെ വാപ്പന്നെയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. ഒരു ഉപ്പാന്റെ അരികിൽ അങ്ങനെ 2 പേരക്കുട്ടികൾ ഇരിക്കുക, താജുൽ ഉലമയുടെ അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്ന പോലെ ആ 2 കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ കണ്ണിറഞ്ഞു പോയി. അതെന്തറിയോ, മനസ്സായിരുന്നു. ആ ഇരുത്തം നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. അതൊരു വല്ലാത്ത മനസ്സാണ്. മാത്രല്ല ആ മക്കളോടുള്ള ഒരു മഹബത്ത്, മസ്ഊദ് തങ്ങളോട് കാണിക്കുന്ന ആ ഒരു മഹബത്ത് ഇന്നലെ ശൈഖുനെഴുതി ഞാൻ കണ്ടു. അതുപോലെ ഒന്ന് പൊന്മുള ഉസ്താദ് കാണിച്ച ഞാനൊക്കെ ഉസ്താദിന്റെ ചെറിയ കുട്ടികളാണ്, അവിടുത്തെ ശിഷ്യന്മാരിലെ ചെറിയൊരു കുട്ടിയാണ് ഞാനൊക്കെ. ആരാണ് മുഹീസുൻ ഉസ്താദൊക്കെ. ആ ഉസ്താദ് കാണിക്കുന്നതും മസ്ഊദ് തങ്ങളെ കൊണ്ട് ആ മക്കാമിൽ വെച്ചുകൊണ്ട് മോനെ ഒന്ന് മന്ത്രിച്ചരണം. എവിടെ നിന്ന് ഇന്നിപ്പോ ചെയ്ത രംഗം ഞാനിങ്ങനെ ഓർത്തി ചില ഭാഗങ്ങളെ. ബഹുമാനപ്പെട്ട ശൈഖുന തലപ്പാവ് ഇങ്ങനെ പൊക്കിയിട്ട് മോനൊന്ന് മന്ത്രിച്ചേരണം. അപ്പൊ മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കണം. എനിക്ക് അവിടുത്തെ ആ ശൈലുണ്ടല്ലോ, എന്നാലും മന്ത്രിക്കണം മോനെ. അതൊരു ഖൽബിയായ ഒരു പറച്ചിലായിരുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ മഹല്ലിലുള്ള പ്രവർത്തകരായ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, താജുൽ ഉലമയുടെ മക്കൾ, ഖുറത്തു സാദാത്ത് തങ്ങൾ പാപ്പയുടെ മക്കൾ, സുൽത്താനുൽ ഉലമയുടെ മക്കൾ, അവര് എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഞങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ മഹല്ലുകളിൽ ഈ 3 മഹാന്മാരുടെയും ആ തണൽ ഖാലിയായിട്ടുള്ള ഒരു തണല് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആലോചിക്കൊണ്ട് നമ്മൾ ജാട പറയല്ല. നിങ്ങൾ ആരാണെന്നുള്ളത് പറയാ. അതെ, ഹാരിസ് ഭായി പറഞ്ഞിട്ട് നീട്ടരുത്. അതെ,
ആരിസാജി ചൂടായിട്ടുണ്ട് എന്നോട്. അപ്പോ അൽഹംദുലില്ലാഹ് സിറാജ് ഭായി 3:30 നിർത്തരുത് പറഞ്ഞിട്ട് ഒരു എഴുത്തന്നതാണ്. കുറച്ച് പറയാൻ അത് ഞാൻ അല്പം കൂടി പറയും. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, മറ്റുള്ള ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കൽത്തർ ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു. കൽത്തർ ഉസ്താദ് പോയോന്നിപ്പോ എനിക്കറിയില്ല. കൽത്തർ ഉസ്താദ് പറഞ്ഞു, ഈ നാട്ടുകാർക്ക് അള്ളാഹു കൊടുത്തത് എന്താ ചോദിച്ചാ മഹബത്ത്, അത് മറ്റു നാടുകളിലില്ലാത്ത, അതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടും. എന്തുമാത്രം ഒരു മഹബത്താണ് അന്ന് കൊടുത്തിട്ടുള്ളത്. കൽത്തർ ഉസ്താദ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പൊരുത്തം എന്താണെങ്കിലും ഇന്ന് ഉപ്പാപ്പ ഇവിടെ ആത്മീയ നേതൃത്വം നൽകുന്നുവെങ്കിലും അവിടുത്തെ പൊന്നുമകൻ മസ്ഊദ് തങ്ങളെ പോലെയുള്ള അള്ളാഹുർക്ക് വലിയ ഹിമ്മത്ത് കൊടുക്കട്ടെ, വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. അങ്ങോട്ട് പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം എവിടൊരു വിജയമുണ്ടോ, കഴിവല്ല സഹോദരങ്ങളെ. ഞങ്ങള് SSFന്റെ കുട്ടികൾ, SYSന്റെ പ്രവർത്തകർക്കൊക്കെ, SMIയുടെ പ്രവർത്തകർ, ഞങ്ങളൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോ പറയാറുണ്ട്, തുറന്ന് ചിലത് ഈ സംഘടനാ ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്, ഈ കഴിവല്ല വലുത്. പല ആളുകൾക്കും പല കഴിവുണ്ടാകും. ചില ആളുകൾക്ക് നല്ല പ്രസംഗിക്കാൻ കഴിയും, എഴുതാൻ കഴിയും, നല്ല കഴിവുകളായിരിക്കും. ചില ആളുകൾക്ക് നോക്കി നിങ്ങള് പ്രസംഗിക്കാൻ എഴുതാനൊന്നും കഴിയില്ല. ഒരാളെ കിട്ടിയോട്ടെ കുറുമെന്നും പറഞ്ഞ് അയാളൊരു വഴിക്കാക്കാൻ കഴിയും. ചില ആളുകൾക്ക് മഹല്ല് മൊത്തം ഫിത്തന നശിപ്പിച്ചെടുക്കാൻ കഴിയും. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. മഹല്ല് കുട്ടിച്ചോറാക്കാന്ന് പറയും. എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകണ്ട. മഹല്ല് കുട്ടിച്ചോറാക്കാന്നൊക്കെ പറയും. ഒരാള് മതി എന്ന് മഹല്ല് നശിക്കാൻ, ഒരു നാവ് മതി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തിരില്ല കേട്ടോ, അതാ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ പല ആളുകൾക്കും പല കഴിവായിരിക്കും. ചില ആളുകൾക്ക് ഞാൻ ഒരിക്കൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാച്ച് കുട്ടികള്, ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ 10 പൊറാട്ട തിന്നാൻ കഴിവുള്ള ഒരു കൈവയ്ക്കുന്ന, എല്ലാരും കൈവയ്ക്കുന്നു. 13 വയസ്സായ മക്കള് 10 പൊറാട്ട എന്നൊരു കൈവയ്ക്കുക, അതൊരു കഴിവുണ്ട്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ ഉസ്താദിന് കഴിയോ, ഉസ്താദ് നിങ്ങൾ 10 പൊറാട്ടം, നിങ്ങളൊന്ന് ആലോചിച്ചോ കാര്യം. അപ്പൊ അതാ മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പല ആളുകൾക്കും പല കഴിവായിരിക്കും, പക്ഷെ കഴിവല്ല വലുത്. പഴമക്കാര് പറയും, നമ്മുടെ മലബാറിലുള്ള, നിങ്ങൾ എവിടെ പറയുമെന്നറിയില്ല, മലബാറിലെ ആളുകൾ പറയും, 3 സാധനം കെട്ടാ ഒന്നിനും പറ്റൂല. ഈ 3 സാധനം, ഒന്ന് കോടിമുട്ട കിട, കോടിമുട്ട ഇവിടെ അതല്ല പറയാ, 2 കുമ്പളങ്ങ കിട, കുമ്പളങ്ങ മനസ്സിലായ. 3ാമത്തൊന്ന് പറയും കുരുത്തം കിട. കോടിമുട്ട കിടുക, കുമ്പളങ്ങ കിടുക, കുരുത്തം കിടുക. വല്ലാത്തൊരു കടലായി കുരുത്തം കിട. കുമ്പളങ്ങ കെട്ട ആചാര്യ വലിച്ചെറിയ, കുരുത്തം കെട്ട വലിച്ചെറിയാൻ പറ്റുമോ? പെട്ടിയിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റൂല. അതൊരു വല്ലാത്ത വിഷയമാണ്, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കുരുത്തം കെട്ടാ പോയി, കുരുത്തം കെട്ടാ പിന്നെ വളരാൻ പ്രയാസം. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ മഹബൂബീങ്ങളാണ്, നിങ്ങൾ മുഹിബീങ്ങളാണ്, ഉപ്പാപ്പയുടെ മക്കളാണ് നിങ്ങൾ. പക്ഷെ മഹബത്ത് കൊണ്ട് പറയാം, ജീവിതത്തിൽ അവിടുത്തെ ആ പരമ്പരയിൽ ഏതെങ്കിലും നിലക്ക് ഒരു അദബുകേട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് അനുഭവിക്കേണ്ടി വരും. അത് തീക്കളിയായി മാറും. കുരുത്തം കളി. ഞങ്ങളൊക്കെ ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്, എന്നെക്കാളും 2 വയസ്സുള്ള ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമ, വലിയൊരു പണ്ഡിതനാണ്, ഒരു കമ്പ്യൂട്ടർ എന്നാ പറയാ. അയാളെ കുറിച്ച് ഒരു കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് ഉറക്കൊന്നും വരുന്നില്ലല്ലോ? ഉറക്കം വന്ന് പറഞ്ഞു ഉറങ്ങിയിട്ടാണ്. ഈ സമയം അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ട്. 2 ചെറുപ്പക്കാർ ഉറങ്ങുന്നുണ്ട്. അയാൾക്ക് വേണ്ടി 2 പെണ്ണിട്ടാ ഞാൻ തോന്നുന്നതാണ്. എന്നാലും നിങ്ങൾ ഉറങ്ങ. ഇപ്പോ ഞാൻ ഒരു ഓട്ടപ്പുറച്ചിലാന്ന് പറയാം. വല്ലാതെ പറഞ്ഞ ബുദ്ധി, കുറഞ്ഞ സമയം കൂടിയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, ചില ആളുകളെ അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. അത് പറയുമ്പോ ഒരു വിഷമാണ്. കുരുത്തവും പൊരുത്തവും ഉണ്ടോ, എല്ലാ മേഖലയിലും ഒരു റാഹത്തായിരിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയും ഈ ഉസ്താദിനെ കുറിച്ച്. അയാൾ 3 മണിക്കൂർ ക്ലാസ് ഉസ്താദ് എടുക്കുന്നത് കേട്ടാൽ അതുപോലെ ക്ലാസ് എടുക്കും. അയാള് വലിയ പ്രഭാഷകൻ, എഴുത്തുകാരൻ. എന്താണ് ആ മനുഷ്യന്റെ കഴിവറിയ നിങ്ങൾ? ആ മനുഷ്യൻ കോളേജ് വിട്ട്
ഒരു കൊല്ലമായപ്പോഴേക്കും 10 സ്ഥലത്ത് ജോലി ചെയ്തു. 10 സ്ഥലത്ത്. അതെന്താ? നിങ്ങള് ഞാൻ മുത്താലിമിയോടൊക്കെ ചോദിക്കാറുണ്ട്, മോനെ 10 സ്ഥലത്താ ജോലി ആഗ്രഹം, അതോ ഒരു കൊല്ലം 10 കൊല്ലം ഒരു സ്ഥലത്താണോ, ഒരു കൊല്ലം 10 സ്ഥലത്താ? അവര് കുട്ടി തമാശക്കാണ്, 10 സ്ഥലത്തായ 10 അട്ടിപ്പാത്രം കണ്ടൂടെ ചോദിച്ചു. തമാശയാണത്. കുട്ടികൾ ഇന്നത്തെ കാലല്ലേ, ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അവിടെ. ഒരു കൊല്ലം 10 സ്ഥലത്ത് ഈ ഉസ്താദ് ജോലി ചെയ്തു. വലിയ മുഹിബാണ്. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾ എന്നോട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് മനുഷ്യനാ? ഓന്ത് മോഡൽ ഇങ്ങനെ 2 ആഴ്ച 3 മാസം 1 മാസം എത്ര പോരൂലോ ചോദിച്ചു. അപ്പൊ ഇയാളെന്നോട് പറഞ്ഞു, സലാം മുസ്ലിയാരെ, ഞാൻ ഈ 1 കൊല്ലമായിട്ട് 10 സ്ഥലത്ത് നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ എന്നോട്, ഒരു സ്ഥലത്ത് ഞാൻ രാജിവെച്ചു പോയിട്ടില്ല, എന്നെ ഒഴിവാക്കിയതാണ്. എന്തോ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒന്നുകിൽ കമ്മിറ്റിക്കാർക്ക് കണ്ടുകൂടാ, അല്ലെ നാട്ടുകാർക്ക് കണ്ടുകൂടാ. ഇപ്പൊ വീട്ടുകാർക്കും കണ്ടുകൂടാതായി, എവിടെയും പറ്റാത്ത ഒരാളായി. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയൂല. ഞാൻ പലതും ചിന്തിക്കുന്നുണ്ട്, പാതിരയ്ക്ക് ഞാൻ കരഞ്ഞു തുറക്കുന്നുണ്ട്, പക്ഷെ എന്താ സംഭവം എനിക്കറിയില്ല. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല വലിയൊരു മനുഷ്യനാ. ഞാനൊരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഗൾഫിൽ പോവുകയാണ്. പോയി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. ഞാൻ അയാളുടെ നാട്ടിൽ വാഴതിന് പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ അറബികളെ ഡേഷ് എന്നൊക്കെ നമ്മൾ തമാശ പറയല്ലോ, നിങ്ങൾ എന്ത് പണിയപ്പോ ചെയ്തത്? അപ്പൊ ഇയാൾ എന്നോട് പറയാ, ഞാന് അൽഹംദുലില്ലാഹ് എനിക്ക് കുത്തുബ്ഖാനയില് കിതാബ് എടുത്തൊടുക്കണ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനും അൽഹംദുലില്ലാഹ്, ഇയാളും അൽഹംദുലില്ലാഹ്. കാട്ടിപ്പാലത്താക്കിയിരിക്കണ ഞങ്ങൾ കുറെ പറയാറുണ്ട്. അപ്പൊ ഞാനും അൽഹംദുലില്ലാഹ്, ഇയാളും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഞങ്ങൾ കേൾക്കണ സംഭവം നമ്മുടേത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചത്. ആ ഷഅബാനിൽ ഞാൻ ഗൾഫിൽ പോയി. അതൊരു നമ്മൾ സ്ഥാപനമൊക്കെ ആകുമ്പോൾ പോകുമല്ലോ, അങ്ങനെ പോയി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ, ഒരു പ്രവർത്തകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇഷാറയുടെ അരികിലെത്തി. തൊട്ടടുത്ത് നമ്മൾ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ, ബാത്റൂം, ബാക്കിയുള്ളത് വായിക്കണ്ട, അതൊക്കെ എഴുതി വെച്ചത്. അതിൻ്റെ പരിസരം ഈ പറയപ്പെട്ട ആള് കഴുകുന്ന ഞാൻ കണ്ടു. പരിസരം കഴുകുന്നു, അവിടെ വൃത്തിയാക്കുന്നു. അപ്പം ഞാൻ ഇയോട് പറഞ്ഞത്, എനിക്ക് പരിചയമുള്ള ഒരാളാണ്, ഒന്നിവിടെ നിർത്തിയെന്നാണ്. ഞാൻ തങ്ങളാപ്പാനൊക്കെ ഇരുത്തി ഒരു വാക്യത്ത് പറയാട്ടോ, ഞാൻ എൻ്റെ ഒരു വാക്യത്ത് പറയാം, ഒന്ന് കാണട്ടെ, അയാൾ എനിക്ക് പരിചയമുള്ള ആളാണ്. അന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ അരികിൽ ചെന്ന് അയാളൊരു പിടുത്തം പിടിച്ചപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിന് പോകുക, എൻ്റെ ഡ്രസ്സൊക്കെ ഒരു വഴിക്കായി. ഞാൻ പറഞ്ഞത് ആ ഡ്രസ്സ് അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുത്തുബ്ഖാനയിൽ കിതാബ് എടുത്തൊടുക്കുന്ന പണിയാണ്, എന്തെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങളിപ്പോ എന്താണ് ചോദിച്ചു. എൻ്റെ യഥാർത്ഥത്തിൽ ഞാൻ സ്നേഹിക്കുന്ന വല്ലാത്ത മഹബത്തുള്ളവരെ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇയാളെന്നോട് പറയാ, സലാമുലേരെ, ആ ഒരു ഭാഷ, എൻ്റെ വേദന ആരോട് പറയും? നാട്ടിൽ നിന്ന് 2 ലക്ഷം കൊടുത്തിട്ട് ഒരു വിസ സംഘടിപ്പിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോ ഇപ്പണിയാ കിട്ടിയത്. എന്തോ. അപ്പൊ ഉടനെ ഞാനയാളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്തോ ഒരു പന്തികേട് നിങ്ങളെ ജീവിതത്തിലുണ്ട്. അത് ഒരു നാട്ടു സംസാരല്ല. ഞാൻ ദഅവത്തുൽ അഖിലി അഖീഹിൽ ഗായിബി മുസ്തജാബ. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ വൈബത്തിൽ മുഖസ്തുതി പറയലല്ല, മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയലും ഇല്ലാത്ത ഘട്ടത്തിൽ വല്ലാത്ത ഫല. ഇന്ന് മുഖസ്തുതി പറഞ്ഞുള്ള ദുആയാണ് കൂടുതൽ. ഒരു കൂട്ടുകാരി ഇത് എൻ്റെ ആത്മസുഹൃത്താണെന്നൊക്കെ അടുത്ത് വെച്ച്, അതല്ല, ഇല്ലാത്തപ്പോ പറയണം, ആ സഹോദരൻ എൻ്റെ ആത്മസുഹൃത്താണ്, എന്നിട്ട് വൈബത്തിൽ ദ്വാരക്ക. എന്ത് കൂലിയാണെന്നറിയാം. ഇന്ന് മുഖസ്തുതി കുറച്ച് ഓവറാണ്. ഞാൻ പറയുന്നത്, ഞാൻ ഇയാളോട് പറഞ്ഞു, എന്തോ ഒരു പന്തികേട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു, നിങ്ങളെ ഉപ്പാനെ. അപ്പൊ ഈ ഉസ്താദിനോട് പറയാ, നിങ്ങൾക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനെ അറിയില്ലേ, പാവാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഉപ്പാന്റെ മുഖത്ത് ഒരു വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ പച്ചപ്പാവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്രസിലോ ദർസിലോ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഉസ്താദിനെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇയാള് പറയാ, എൻ്റെ ഒരൊറ്റ ഉസ്താദിനെ ഞാൻ കരയിപ്പിക്കല് പോയി, ഒരു വിഷമം തോന്നുന്ന ഒരു വാക്യം പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഒന്നുകൂടെ താഴോട്ട് പോയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും മാഷുമാരെ ടീച്ചർമാരെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചു.
അപ്പൊ ഇയാള് ഒരു പാറ പോലെ, തങ്ങളപ്പോ ഒരു പാറക്കല്ല് പോലെ ഇയാളിങ്ങ് നിന്നിട്ട് പറയാ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ടീച്ചറെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ വേദന നമ്മൾ സാഹചര്യം മനസ്സിലാക്കണല്ലോ. അപ്പൊ ഞാൻ കൂടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണ് ആ ടീച്ചറെ കരയിപ്പിക്കാൻ എന്താ പറഞ്ഞത്? അപ്പൊ ഈ സാധു, ഈ മഹാനോട് പറയാ, 5ാം ക്ലാസ്സിലല്ലേ, 10 വയസ്സേ എനിക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങളൊരു 10-25 കുട്ടികളുടെ ക്ലാസ്സിൽ. എൻ്റെ ടീച്ചർ തടിയുള്ള ടീച്ചറായിരുന്നു. അപ്പൊ ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോ തടിച്ച് ടീച്ചറെ എന്ന് വിളിച്ചു, കട്ടി ടീച്ചറെ എന്ന് വിളിച്ചു. 2 പദം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൂടെയുള്ള കുട്ടികളൊക്കെ അങ്ങ് ചിരിച്ചു. ടീച്ചർ അന്ന് കരഞ്ഞു. പിന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്നത് വരെ എൻ്റെ ടീച്ചർ ഒറ്റ ക്ലാസ് എടുത്തില്ല. മേശപ്പുറത്ത് തലവെച്ച് കിടക്കാന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെ തലവെച്ച് കിടന്നു. സ്കൂൾ വിട്ടപ്പോൾ എൻ്റെ ടീച്ചർ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ അയാളെ കൈപ്പിടിച്ചിട്ട്, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ രക്ഷപ്പെടുത്തണ്ടേ, നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഒരു കഴമ്പതാണ്. ഞാൻ അയാളോട് പറഞ്ഞു, ആ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. ഉണ്ട്, എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ അയാളോട് പറയാ, ഏതെങ്കിലും ഹാജിമാരോട് കൈ നീട്ടിയിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുക്കാം, നമുക്ക് നിങ്ങൾ പോയിട്ട് വരുമോ? എന്നിട്ട് ആ ടീച്ചറെ വീട്ടുമുറ്റത്തിൽ ചെന്നിരുന്നിട്ട് അവിടുത്തെ മോനാണെന്ന് പറയൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു, അതൊരു വിള്ളലാണ്. അത് സംഭവം ആ വിള്ളൻ നികത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ സഹോദരങ്ങളെ സംഭവിച്ചു. ഒരാൾ ടിക്കറ്റ് എടുത്തു കൊടുത്തു, റിട്ടേൺ ടിക്കറ്റ് അടക്കം. ഇയാൾ നാട്ടിൽ ചെന്നു. ടീച്ചർ വീട്ടുമുറ്റത്ത് ആ ചാരിക്കസേരൻ്റെ ഉസ്താദ് അത് ഇരിക്കുന്നുണ്ട് അത്ര. അങ്ങനെ ഈ ഉസ്താദ് ചെന്നിട്ട് ആ ടീച്ചറോട് പറഞ്ഞു, അവിടുത്തെ മോനാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ മറുപടി എന്താ അറിയോ? മോനെ, അത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അതിന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ഈ ഉസ്താദ് ഒന്ന് ഓവർ കരച്ചില്. അപ്പൊ ടീച്ചർ പറഞ്ഞ മറുപടി, മോനക്ക് ഇന്നു മുതൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, അന്നു മുതൽ ഇയാള് പറയാ, എൻ്റെ തലയിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിയതുപോലെ. ഇന്ന് 10-200 ദാഴികളെ, കാട്ടിപ്പാറ ഉസ്താദ് അടക്കമുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞ ആളുകൾ അറിയും, ഞങ്ങളത് പറയാറുണ്ട്. 10-200 ദാഴികളെ അയാൾ മുഖേന വളർത്തുന്നുണ്ട്. എന്ത് ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങി. ഞാൻ ചോദിക്കുന്നത്, അതൊരു ടീച്ചറെ ആ ഒരു പദം പ്രയോഗിച്ചു, അതെങ്ങാനും ഖുർറത്തു സാദാത്ത് തങ്ങൾ ഉപ്പാപ്പയുടെ, താജുൽ ഉലമ ഉപ്പാപ്പയുടെ ഒരു ചെറിയ പൊരുത്തക്കേട് പോകട്ടെ, അവിടുത്തെ ഒരു പേരക്കുട്ടി അവിടുത്തേക്കെല്ലാം കൊടുത്ത മുവഫഖായ ഒരു പേരക്കുട്ടിയാണ് സയ്യിദ് മസ്ഊദ് തങ്ങൾ. ഒരു ചെറിയ കുരുത്തക്കേട് നമ്മുടെ ജീവിതത്തിൽ വാങ്ങിയോ, അത് പിന്നെ വീണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും. സംഭവം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഉള്ളത് തുറന്നു പറയാ, ഭാഗ്യവാന്മാരാണ്. പക്ഷെ വല്ലതും ഒരു ചെറിയ കുരുത്തക്കേട് എന്നുള്ളത് ചില്ലറക്കാരല്ല, ഈ പരമ്പര ചില്ലറക്കാരല്ല. താജുൽ ഉലമയുടെ മക്കൾ ചില്ലറക്കാരല്ല, താജുൽ ഉലമയും ചില്ലറക്കാരല്ല. അത് സാധാരണ സയ്യിദും അല്ല. ഇന്ന് കാണുന്ന ഒരു വിധമുള്ള പണ്ഡിതന്മാരൊക്കെ നോക്കിയാൽ അതിൽ ഒരാളെയാണ് ബേക്കൽ ഉസ്താദ് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആയിരങ്ങൾ താജുൽ ഉലമ ചെറിയ കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവന്ന വലിയ പാണ്ഡിത്യത്തിന്റെ നിറപടങ്ങൾ. വലോ വഹദി, ആ ഒരു പദം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതുപോലത്തെ ഒരു പദം താജുൽ ഉലമ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അധികപ്പറ്റാകും. ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂറോളം താജുൽ ഉലമ ഉപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേ സ്ഥലത്ത്. അത് ഇന്ന് പറഞ്ഞാൽ അദബ് കേടാകും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഇന്ന് അല്ലാഹു നമ്മുടെ കരങ്ങളിൽ അത് താജുൽ ഉലമയുടെ മക്കളായി തന്റെ പലതും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പൂർണ്ണമായ കുരുത്തത്തോടുകൂടെ ഒരു പന്തികേട് സംഭവിക്കാത്ത വിധത്തിൽ ഏറ്റെടുത്ത ദൗത്യം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നിങ്ങൾ ഭാഗ്യവാന്മാരാകും. ഞാൻ അത്രേ പറയാൻ സമയം കിട്ടുന്നുള്ളൂ. ഭാഗ്യവാന്മാരാകും. ഇപ്പോ ഇന്നലെ വയസ്സല്ല, ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമാണ്. എന്നാലും
ബഹുമാനപ്പെട്ടവരുടെ അരികിൽ ഇറങ്ങിയിട്ട് ഖുറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് പോയി നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. സുൽത്താനുൽ ഉലമ ദുആ ചെയ്ത രംഗം, ഇന്ന് പൊന്മുൽ ഉസ്താദ് അവിടെ ഇറങ്ങിപ്പോയി അവിടുന്ന് ദുആ ചെയ്ത രംഗം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ തൗഫീക്ക് കിട്ടിയ നിങ്ങൾ അത് സമ്പാദിക്കുക, ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും. അതോടുകൂടെ മഹാനായ ശൈഖുന ഇപ്പോ ആ തണലുകൾക്കായി ഇന്ന് നിങ്ങൾക്ക് നേതൃത്വം നൽകൽ ഖാദിയായി അല്ലേ? അല്ല, അതിനെ തന്നല്ലേ? എന്തെങ്കിലും മുണ്ടനില്ലല്ല? ആണ്. എന്നാൽ ഞാൻ ഒന്ന് പറയാ, ആരാണ് ശൈഖുന? അതോടുകൂടെ പറയട്ടെ, ശൈഖുനാക്ക് താജുൽ ഉലമ ആരായിരുന്നു? താജുൽ ഉലമ ഉള്ളത് കൊണ്ടുള്ള ഹിമ്മത്ത് ശൈഖുനാക്ക് കിട്ടിയ ആ രംഗങ്ങൾ അവിടുന്ന് പറയാറുണ്ട്. നമ്മുടെ എല്ലാം ഇവിടുത്തെ ചൂണ്ടിയിട്ട് പറയും നമ്മൾ കണ്ടിട്ടുണ്ട്. താജുൽ ഉലമ പാപ്പയെ ചൂണ്ടിയിട്ട് എന്ന് ഞാൻ കുറെ ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അനുകൂലമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, സുൽത്താനുൽ ഉലമ അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ബഹുമാനപ്പെട്ടവരുടെ കൂടെ അവിടുത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താണ്. നമ്മൾ അക്കീമുസ്താന്റെ ഒക്കെ ഉമ്മ, അക്കീമുസ്താന്റെ ഉമ്മ ശൈഖുനാന്റെ ആരാണ്? ആചാര്യ. ഈ ആചാര്യം ഉണ്ടല്ലോ. ആചാര്യ ശൈഖുനയുടെ ആരാ? അക്കീമുസ്താന്റെ ഉമ്മ ഭാര്യ അല്ലേ? ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഈ പരിസരത്ത് പെട്ടിട്ടുണ്ട്. നല്ല പെടല. ചില ആളുകൾക്ക് എന്നോട് പറയുന്നത് എന്താ അങ്ങനെ പറഞ്ഞത്? കുടുങ്ങിയിട്ട് പറഞ്ഞതാണ്, കുടുങ്ങിപ്പോയതാ. അന്നലെ വരുമ്പോ നമ്മളെ ജലപായക്കൂടെ പറഞ്ഞ് ഉപ്പിനങ്ങാടി ഭാഗത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പെട്ടത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു 32 കൊല്ലം മുമ്പുള്ള കഥ കേൾക്കാരട്ടാ. 32-33 കൊല്ലം മുമ്പാണ്. അപ്പൊ എന്താ നിങ്ങൾ അവിടെ വാതിൽ വന്നു, വാത് പറഞ്ഞപ്പോ അന്നൊക്കെ 2-2:30-3 മണിക്കൊക്കെ വാത് എടുത്ത്. അപ്പൊ പ്രസവിക്കാനെടുത്ത ഭാര്യമാർക്കൊക്കെ സുഖപ്രസം കൊടുക്കല്ലാറെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ മുമ്പിരിക്കുന്ന പ്രായമുള്ള 2-3 ആളുകൾ ചിരിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഉസ്താദ് ഇരിക്കുന്ന, തങ്ങളിപ്പോ ഇരിക്കുന്ന മലപ്പുറത്തുള്ള ഒരു ഉസ്താദാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉസ്താദ്, ഇതെന്താ ഉസ്താദ് എല്ലാം ചിരിക്കണോ ചോദിച്ചു. ഞാൻ ഇപ്പോൾ തോർക്കുമ്പോൾ നിങ്ങൾ ചിരിച്ച അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത് ചിരിക്കണം, ഇതെന്താ എല്ലാവരും ചിരിക്കണോ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു നാടിന്റെ പേരാണ്, പഞ്ചായത്തിന്റെ പേരാണ്. അതിനെന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യക്ക് എന്താ പറയാ? ഇവിടെ പെരിച്ചായി എന്നാ പറയാറ്. ഞാനങ്ങ് തോരുന്നില്ല, പെരിച്ചായികൾ. അപ്പൊ ഈ കാരണന്മാർ 2 പേരെ പെരിച്ചായി അല്ല ഉസ്താദ്, പെരിഞ്ഞായി എന്നാണ്. എന്താണെങ്കിലും CD ഇറങ്ങിയത് അന്ന് കേസറ്റാണ് ഇറങ്ങിയ, കേസറ്റ്, CD അല്ല. നിങ്ങൾ നോക്കി, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോതട്ടെ. അതാ ഭാര്യ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അജി നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചോ? നിങ്ങൾക്ക് ഒരു ഭാര്യ തന്നെയല്ലേ ഉള്ളൂ, അജിക്ക് നിങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് കൂടുതലുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നതേ, നോക്ക്, നിങ്ങൾ ശൈഖുനയുടെ ഭാര്യ അവിടുന്ന് കരഞ്ഞ ഇത്. ഇനി ഞാൻ വിഷയത്തിലേക്ക്, ഇതുവരെ ഒരു നാടൻ പറച്ചിലേക്ക് കൂട്ടിക്കോളി, ഇനി 2 വാക്ക് വിഷയത്തിലേക്ക് വരിക. അപ്പൊ ഇതുവരെ ഇപ്പൊ എന്താ, ഇതുവരെ അങ്ങനെ പറച്ചില്ല. ഞാൻ വിഷയത്തിലേക്കൊന്ന് വരികയാണ്. ഞാൻ പറയുന്നത്, ശൈഖുനയുടെ കൂടെ ഒരു ഉംറക്കോ മറ്റോ പോകാനുള്ള അവസരം അക്കീമുസ്താന്റെ ഉമ്മാക്ക് കിട്ടി. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറി ഫ്ലൈറ്റിൽ ഒരുമിച്ചിരുന്ന് ജിദ്ദ എയർപോർട്ടിലെത്തി 5:30-6 മണിക്കൂർ അല്ലേ, 6 മണിക്കൂർ ഒപ്പിരിക്കാണ് തൗഫീഖ് കിട്ടിയിട്ട് ആ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉമ്മ കരയാണ്. ഒരു വല്ലാത്ത ഒരു സന്തോഷത്തിന്റെ കണ്ണുനീര്. അപ്പൊ കുടുംബങ്ങൾ ചോദിച്ചു, ഉമ്മ എന്തിനാ കരയുന്നത്? അപ്പൊ ഉമ്മ പറഞ്ഞത്, അൽഹംദുലില്ലാഹ് 10-30 കൊല്ലത്തിനുള്ളിൽ 6 മണിക്കൂർ ഒപ്പം ഇങ്ങനെ ഇരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്ക് തന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഈ ആജിക്കൊക്കെ മനസ്സിലായ? നോക്കി നിങ്ങൾ, എന്താണ് ഇപ്പൊ പറഞ്ഞത്? 30 കൊല്ലത്തിനുള്ളിൽ 6 മണിക്കൂർ ഒപ്പം ചേർന്നിരിക്കാൻ, ഒരേ സമയം 6 മണിക്കൂർ അള്ളാഹു തൗഫീഖ് തന്നു. ഒരു ഭാര്യ പറയാണ്, കമ്മിറ്റി ഭാരവാഹികളെ, കമ്മിറ്റി പ്രവർത്തകരെ, പ്രവർത്തക സമിതിയിലെ അംഗങ്ങളെ, നമുക്കുണ്ടല്ലോ ഭാര്യമാര്, നമ്മളെ ഭാര്യ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാം, 6 മണിക്കൂർ ഒപ്പരിക്കാനുള്ള. അതോടുകൂടെ ഞാൻ ഒന്ന് പറയട്ടെ, ഉസ്താദ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചവരുണ്ടോ? ഒരു വായിച്ചൊന്ന് കൈവെക്കും. സുൽത്താനുൽ ഉലമ
അവിടുത്തെ ഭാര്യയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവെക്കാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾ മലയാളി അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോ ഉസ്താദ് ഒരു ലേഖനം എഴുതി. 10 കാര്യം ഞാൻ അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നെന്താ നിങ്ങള് 10 കാര്യം. അതില് ഒന്ന് അവിടെ നിന്ന് പറഞ്ഞ ഒരാശയം. ഒന്നും അവസാനത്തും പറയാം. നിങ്ങൾ വിചാരിക്കാത്ത 10 കൂടി പറയില്ല, 10 പറയണില്ല, 10 ഞാൻ പറയണില്ല, 10 പറയാനൊക്കെ ആഗ്രഹമുണ്ട്. ഒന്നും പറയാ, അവസാനത്തും പറയാം. ഒന്നെന്താ അറിയാം നിങ്ങള്, നിങ്ങളും കേൾക്കണം കേട്ടോ. നിങ്ങൾ പെണ്ണെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്, ഈ കുട്ടി പെണ്ണെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഓരോ ഈ പത്തൊന്ന് പറയട്ടവരോട്, നിങ്ങൾ പിടിച്ചോളി, നിങ്ങളെ പണി എടുത്തോളി. ഞാൻ പറയുന്നതേ ഈ അവിടുന്ന് എഴുതിയ ഒന്നാമത്തെ തരങ്ങള് 10-60 കൊല്ലത്തെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ഭാര്യയും ഭർത്താവായിട്ടുള്ള ജീവിതത്തില് അൽഹംദുലില്ലാഹ് ശൈഖുന എഴുതിയ, നമ്മളൊക്കെ പാവങ്ങളാ, നമ്മളും കല്യാണം കഴിച്ചവരാണല്ലോ. ആ കണ്ണടച്ച ആജിക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ കല്യാണം കഴിച്ചവരല്ലേ ആചാരെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആചാരെ, ഉസ്താദ് എഴുതുക 10-60-65 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തില് എപ്പോഴെങ്കിലും എൻ്റെ ഭാര്യ നിങ്ങൾ എന്തെത്ര വൈകിയെന്നോ, എവിടെ പോയിരുന്നു എന്നോ, അല്ലെങ്കിൽ എന്ത് പറ്റി, എന്തെങ്കിലും അങ്ങനെ ഉണ്ട് ഒരു ചോദ്യം ഈ 60-65 കൊല്ലത്തെ ജീവിതത്തിൽ എന്നോട് ചോദിച്ചിട്ടില്ല. രാത്രി 1 മണിക്ക് ചെന്നാലും 3 മണിക്ക് ചെന്നാലും, ഒരാഴ്ച പോയിട്ടില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് പോന്നെങ്കിലും നിങ്ങൾ എവിടെ പോയിരുന്നു എന്നോട് ചോദിച്ചിട്ടില്ല. മാത്രല്ല എൻ്റെ ഭാര്യയുടെ മുഖത്ത് മുഖപ്രസന്നത, പുഞ്ചിരിയല്ലാതെ ഏത് ഫാദർക്ക് ചെന്ന് വാതിൽ മുട്ടിയാലും, വാതിൽ തുറന്നാൽ പുഞ്ചിരിച്ച അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ശൈഖുനാനെ ബർക്കത്തോണ്ട് തൗഫീഖ് നൽകട്ടെ. അല്ല, നമുക്കൊന്നും അങ്ങനെ പറയാനുണ്ട? നിങ്ങളും മുണ്ടണില്ലെല്ലാരും നോക്കി, അങ്ങനെ നമുക്ക് പറയാനുണ്ട? ഉസ്താദ് പറയാ, ഇപ്പോൾ കല്യാണം കഴിച്ചാൽ മതി, 2 ആഴ്ച ആയിട്ടുള്ളൂ, 2 മാസമായിട്ടുള്ളൂ. ചെറുപ്പക്കാർ കൂടി ഇതൊക്കെ ഈ ചെറിയ ചെറിയ ആലിമ്യങ്ങളെ കുട്ടികൾ, ഇവറ്റങ്ങളൊക്കെ കല്യാണം കഴിച്ച് 2 ആഴ്ച ആകുമ്പോഴേക്കും പറയാം, അതെ എന്താ മീറ്റിങ്ങിന് വൈകിയത്, അതിങ്ങനെ പെട്ടെന്ന് പോണ, എന്തേ ഒന്നുമില്ല, ഭാര്യ എന്തെങ്കിലും പറയാ, എന്താന്നറിയങ്ങള്. നമ്മളൊക്കെ ഹാലാലോചിച്ച് നോക്കാണെങ്കിൽ, അല്ല ഉള്ളത് പറയണല്ല, വല്ലാതെ പറയണ്ട, കുറച്ചൊന്ന് പറയണമെന്നുണ്ട്. ഇവിടെ ഒന്നിറങ്ങി പറഞ്ഞാലോന്നുണ്ട്. നമ്മളൊക്കെ ഒഴിവില്ല, അതെ വീട്ടിൽ ചെല്ലണേ, അവളെന്തേലും പറയേ, അതെ നമ്മളെ മുത്താന്ന് പറയും ചെയ്യും. നമ്മൾ എന്തോരം മതം നമ്മൾ പറയാറിയാ. നിങ്ങൾ ആലോചിച്ചൊക്കെ 60-65 കൊല്ലത്തെ ജീവിതത്തിൽ ഏതൊരു മീറ്റിങ്ങിന് പോയി വന്നാലും, ഒരു സമ്മേളനത്തിൽ പോയി വന്നാലും, ഗൾഫിലെ എവിടെ ചെന്ന് വന്നാലും എൻ്റെ മുഖത്ത് പുഞ്ചിരിയോടൊരു നോട്ടമല്ലാതെ, ആ പുഞ്ചിരി മതി എനിക്ക് നല്ല സമാധാനം കിട്ടാൻ, എനിക്ക് നല്ല റാഹത്ത് കിട്ടാൻ. അൽഹംദുലില്ലാഹ്. ഒന്ന്, ഉസ്താദ് ഒരു ഭാര്യയെ കുറിച്ച് 10 എഴുതിയതില് 10 പറഞ്ഞാലോ? നിങ്ങൾ മുണ്ടില്ല കേട്ടോ, വേണ്ട, ഞാൻ പറയണേ, 10 പറയാ വേണ്ടത്. ഒന്നാണിപ്പത്, അവസാനത്തും കൂടെ പറയാ. അവസാനത്തത് ഇത് 2 ഞമ്മക്ക് കുറവാ. അവസാനം എന്താ അറിയ നിങ്ങള്? അൽഹംദുലില്ലാഹ്. ഉസ്താദ് എഴുതുക, ഞാൻ മുഖേന ഒരു പള്ളി, ഒരു മദ്രസ, ഒരു കിണറ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ മുഖേന, അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് കിണറുകള്, ആയിരക്കണക്കിന് പള്ളികള്, ആയിരക്കണക്കിന് മദ്രസകള്, അങ്ങനെ അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അല്ലേ? അവിടെ നിന്ന് പറയാ, ഞാനൊരു ചെറിയ മദ്രസ, ഒരു പള്ളി അല്ല, ഒരു കിണറ് കുത്തി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദ്വാരക്കും, ഇതിന്റെ പകുതി എൻ്റെ ഭാര്യക്ക് കൊടുക്കണേ അല്ലോ, പകുതി എനിക്കും. ഉസ്താദെ നമ്മൾ ദ്വാരുന്നിട്ട്, നമ്മൾ രണ്ടാളും സ്വകാര്യം പറയാം, നമ്മളങ്ങനെ ദ്വാരുന്നിട്ടില്ല. നിങ്ങളും മുടണില്ലല്ലോ ഉസ്താദെ, നോക്കി, നമ്മൾ അങ്ങനെ ദ്വാരക്കാറില്ല. നമ്മൾ എന്തൊരു നന്മ ചെയ്താലും, ഉസ്താദ് എഴുതിയതാണ് തങ്ങളപ്പാ, ഉസ്താദ് എഴുത പകുതി എൻ്റെ ഭാര്യക്ക് കൊടുക്കണേ, പകുതി എനിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഇന്നലെ വന്നു, പക്ഷെ നമുക്ക് തിരക്കാലേ, നമുക്ക് നല്ല ചുറ്റുപാട്. ഒരു കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചാലും നമ്മൾ പറയും കുറച്ച് തിരക്കാ, എന്തോ ഒരു തിരക്കറിയാം, എന്നാ എന്തെങ്കിലും ഉണ്ടോ? ഒന്നിട്ടില്ലേ, ഉള്ളതൊക്കെ പറയാലോ, ഒന്നുമില്ലേ.
ഈ നമ്മൾ കേരളത്തിലൊക്കെ പറയാറുണ്ട്, കോഴിക്കോട്ടിൽ നിന്ന് വടകരയിലേക്ക് പോകുന്ന അത് വേണ്ട, ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തേക്ക് ആയിക്കോട്ടെ, എന്നാലും ശരി സൂപ്പർ ഫാസ്റ്റ് ബസ് അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കിട്ടുമോ നോക്കും. എന്നിട്ട് എന്താ അവിടെ പോയിട്ട് പണിയൊന്നുമില്ല, വെറുതെ അങ്ങനെ ഉണ്ടല്ല, ചുറ്റുപാടൊന്നുമില്ല, എന്നാലും ഉണ്ടല്ല പെട്ടെന്ന് എത്തണ ബസ് ഉണ്ടോ നോക്കും. അവിടെ പോയിട്ട് എന്താ പണിയൊന്നുമില്ല. എന്നാ നമ്മളെ ഹാലോക്യങ്ങള് ഇപ്പോഴും തിരക്കോട് തിരക്ക് എന്ന് പറഞ്ഞാൽ എന്നാ തിരക്കൊന്നുമില്ല. ഇവിടെ എത്തിയല്ലേ ഉസ്താദ് ഇപ്പൊ ഇവിടെ എത്തി എല്ലാം ആക്കി ഒടിച്ചിട്ട് എല്ലാവർക്കും ദ്വാരന്ന് കൊടുത്ത് മക്കാമിൽ ചെന്ന് എല്ലാം നമ്മക്ക് തിരക്കാണ്. നമുക്കാണെങ്കിൽ കമ്മിറ്റി കൂടിയ മീറ്റിംഗ് കൂടിയ ആ മീറ്റിങ്ങിൽ എത്ര ഹാജറുണ്ടോ വെച്ചാൽ അതൊക്കെ പ്രശ്നമാണ്. പറയാനൊക്കെ ഒരുപാട് പറയാം. അവിടെ ചുറ്റുപാട്, ഇവിടെ ചുറ്റുപാട്. ഇനി അഥവാ നോക്കും നിങ്ങള് എന്തെങ്കിലും തോണ്ടി നിട്ടോളി, അതോത് പറഞ്ഞ കാടുകാരും. ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രവർത്തക സമിതി ഒരു എന്തൊരു ചോദിച്ചു നോക്കട്ടെ, ചോദിച്ച ചിലപ്പോ നിങ്ങളില്ലട്ടാ, ഞാൻ ലണ്ടനിലൊക്കെ അങ്ങനെ ഉണ്ട്. ലണ്ടനില് ഇവിടെ എനിക്ക് അറിയൂല അങ്ങനെ പറയാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ മുഹിബീങ്ങളാണ്. ഈ ഉസ്താദ് ഈ ലണ്ടനിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ കാണാം. അഥവാ ഒരു പ്രസിഡന്റത്തോട് സംസാരിച്ചോക്കട്ടെ, എന്തെങ്കിലും ചോദിച്ചാല് എന്നാ പിന്നെ പറയും ഇവനുണ്ടെങ്കിൽ ഞാൻ ഇനി കമ്മിറ്റിയിലില്ല, ഒന്നുമില്ല, ഒന്നുകിൽ അവന് അല്ലെങ്കിൽ ഞാൻ. എന്ത് ഷാഡ്യാന്നറിയാം, എന്തോ ഒരു പ്രശ്നന്ന് പറയും ചില കമ്മിറ്റിയിലൊക്കെ. അതൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. എന്നിട്ട് പിന്നെ ആ വ്യക്തി ഉണ്ടോ പിന്നെ ഞാനില്ല. ചില ആളുകൾക്ക് അള്ളാഹു തആല പടച്ചനെന്തിനാരങ്ങള് നിരൂപിക്കാനാ തോന്നിപ്പോ, നിരൂപിക്കാൻ. നിങ്ങളുടെ നാട്ടിൽ അതുണ്ടെന്നൊരു തോന്നൽ എനിക്ക്. എന്താ നിങ്ങളെ എനിക്ക് തോന്നിയതാട്ടാ, നിങ്ങൾ പൊരുത്തപ്പെടണം. ഈ നിരൂപിക്കാനായിട്ട് ചില അജരെ നിങ്ങളെ ഏതുപെട്ട ആളാ ഒന്ന് മൂളി അജിക്കങ്ങള്. ചില ആളുകളെ പടച്ച തന്നെ നിരൂപിക്കാനാ തോന്നിപ്പോ. ഈ നിരൂപിക്കാതെ മനസ്സിലായ ഞങ്ങള് അതെന്തെങ്ങൾക്ക് തിരിഞ്ഞ ഞാൻ പ്രസിഡന്റിന്റെ പൊരിക്കും, സെക്രട്ടറിയെ കരിക്കും, അങ്ങനെ ഉണ്ടല്ല. അവരെ പഠിപ്പിക്കും, ഇവരെ പഠിപ്പിക്കും. നമ്മളെന്താ ചെയ്തത് അതില്ല. ഞാനൊരു കമ്മിറ്റിക്കാരനാണ്, പക്ഷെ ഞാനെന്താ ചെയ്തത് ഞാൻ നോക്കൂല. മറ്റുള്ളവരെങ്ങനെ പൊരിക്കാനായിട്ട് ഇങ്ങനെ അത് ഇവിടെ ഉണ്ട് എന്ന് എനിക്കൊരു തോന്നുക. എനിക്ക് തോന്നിയതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടാണ്. അങ്ങനെയാണ് മറ്റുള്ളവരെങ്ങനെ എന്ത് ചെയ്തു എന്താന്നരങ്ങള് ചോദിക്കൊക്കെ ചെയ്യാം. സംഘടനാ ക്ലാസ്സിൽ ഇതിൽ സംഘടനാ ഭാരവാഹികളും സംഘടനാ ബോധമുള്ളവരുണ്ട്, അവർക്കറിയാം. അവരോട് ഇത് പറയേണ്ടതില്ല. ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, എന്റെ അരികിൽ റസൂലുള്ളയും പുതിയ നമ്മുടെ ഇസ്ലാമിക ലോകത്തൊരു പുതിയ പ്രസിഡന്റ് ആയപ്പോ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഉസ്താദ്മാർക്കൊക്കെ അറിയാം, എന്റെ അരികിൽ തൊട്ടു മുമ്പത്തെ പ്രസിഡന്റായ സിദ്ദീഖ് തങ്ങളും റസൂലുള്ളയും ചെയ്യാത്ത പറയാത്ത വല്ലതും കണ്ടാൽ എന്റെ തല നിങ്ങൾ എടുക്കണം കേട്ടാണ് ഉമറുൽ ഖത്താബ് തങ്ങൾ. അപ്പോ ഒരു കുട്ടി ഒരു ചെറിയ ലോക്കലൊക്കെ നമ്മൾ പറയില്ലേ, പക്ഷെ അത് ലോക്കലല്ല കേട്ടാ, അത് മഹാന്മാരാണ്. അപ്പൊ അതിലൊരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി ലൗ റഅയ്നാ മിൻക ഇബിജാജൻ ലഖവംനാഹു ബിഹദ്ദി സുയൂഫിനാ. ഉമറേ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. വല്ലാഹി വല്ലാഹി ലൗ റഅയ്നാ മിൻക ഇബിജാജൻ. തൊട്ടു മുമ്പുള്ള പ്രസിഡന്റും അതിന്റെ മുമ്പുള്ള പ്രസിഡന്റും ഒക്കെ ചെയ്തതിന്, ആ ഭാരവാഹികൾ ചെയ്തതിന് വിരുദ്ധമായി ഈ നാട്ടിൽ ഒരു മുഷാവറയും ചർച്ചയും ഇല്ലാതെ വല്ലതും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ തല ഞങ്ങൾ എടുക്കും കേട്ടോ. അജിക്ക് നിങ്ങളെ അവസ്ഥ എന്തേ കാരം? നിങ്ങൾ മഹല്ലില് ഒരു ഭാരവാഹി ആണെങ്കിൽ ഒരു പ്രവർത്തകങ്ങളെ തലെടുക്കുന്ന നിങ്ങളെ ഹാലെന്താ? മുണ്ടണില്ലല്ലോ ഇയാള്, ഈ ആജിക്ക മുണ്ടണില്ലല്ലോ നമ്മളോട്. ആളൊരു ചൂടനല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ബാധിൽ പലപ്പോഴും കാണുന്ന ആളാണ്. ആള് ചൂടുള്ള ആളല്ല. കണ്ണടച്ച ആജിക്ക ചൂടുള്ള ആളാണ് എനിക്കൊരു തോന്നല്. അജിക്ക എനിക്ക് തോന്നുന്നൊരു ചൂടുള്ള ആളാണോ? ഇയാളെനിക്കറിയാം, ഇയാളെനിക്ക് പരിചയമുണ്ട്. അപ്പോ വല്ലാഹി വല്ലാഹി ലൗ റഅയ്നാ മിൻക ഇബിജാജൻ ലഖവംനാഹു ബിഹദ്ദി സുയൂഫിനാ. ഉമറേ, സംഭവങ്ങൾ മഹല്ല് പ്രസിഡന്റാ, പക്ഷേ മുൻഗാമികൾ ചെയ്തതിന് വിരുദ്ധമായി വല്ലതും കണ്ട തലങ്ങൾ എടുക്കും കേട്ടാ, നിങ്ങളുടെ തല ഞങ്ങൾ എടുക്കും. നമ്മളാണെങ്കിൽ ചിലപ്പോ ഉടറങ്ങി പോകൂലേ അജിക്ക. ഇനി ഈ മദർസയും വേണ്ട, പള്ളിയും വേണ്ട, കമ്മിറ്റിയും വേണ്ട,
നമ്മളെ ഹാലതാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അൽഹംദുലില്ലാഹ്, നോക്കു സഹോദരങ്ങളെ, നമ്മളും ആ പിൻഗാമികളാണല്ല. ഉമർ അധ്യക്ഷ പദവിയിൽ ഇരിക്കെ മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഇതുപോലെയുള്ള ചുണക്കുട്ടികളെ എനിക്ക് പ്രവർത്തക സമിതി അംഗങ്ങളായി, ഭാരവാഹികളായി, എനിക്ക് കൂട്ടിനായി എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ലേ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതാണ് കമ്മിറ്റിക്കാർ. ഞാനതിൻ്റെ പഴയ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞെന്ന് മാത്രം. മറ്റൊരു പ്രാവശ്യം ഉമറുൽ ഖത്താബ് തങ്ങള് ഇതേ പ്രസിഡന്റ് മഹാനവറുകൾ വന്നപ്പോ ഒരു പ്രവർത്തകൻ പറഞ്ഞു, നിങ്ങളെ ദ്വയും വേണ്ട, കാശും വേണ്ട, ഉപദേശം വേണ്ട, എന്തായിരിക്കും ഹാല്, നിങ്ങളൊന്നും ഇപ്പോഴാവശ്യമില്ല. അപ്പൊ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണ്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അംഗല്ലേ, 10 ആളുണ്ടെങ്കിൽ 10 ആൾക്കും കൂടി പ്രസിഡന്റ് ആകാൻ പറ്റൂല, 10 ആളുകൾക്കും കൂടി സെക്രട്ടറി ആകാൻ പറ്റൂലല്ലോ. എന്താ മക്കളെ, എന്താ പ്രശ്നം മോനെ, എന്താ വിഷയം? അപ്പോ 10 ആളുകൾക്കും കൂടി 10 ആൾക്കും പ്രസിഡന്റ് ആകാൻ പറ്റൂലല്ലോ, ഏതെങ്കിലും ഒരാളല്ലേ. അപ്പൊ മഹാനവറുകൾ പറയാ, അത് അല്ലാഹു എന്നെ അങ്ങനെ ആക്കി. പക്ഷെ നിങ്ങളെ കൂട്ടത്ത് സ്വർഗത്ത് കിടക്കേണ്ട ഒരാളല്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ നമ്മൾ കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെയല്ല വേണ്ടത്? 21 ആളുണ്ടെങ്കിൽ അജിക്ക അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? എല്ലാവരും സ്വർഗത്ത് കിടക്കണം, നമ്മൾ ഒരാൾ മാത്രം പോരല്ലോ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, ഒരു വീഴ്ച കണ്ടാൽ നികത്തേണ്ടത് നിങ്ങളാണ്, പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്ത് കണ്ടാലും ഉണർത്തണമെന്ന്. എന്താണ് എൻ്റെ അരികിൽ സംഭവിച്ച തെറ്റ്? അപ്പോ ആ ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഒരംഗം പറയാ, യാ അമീറുൽ മുഅ്മിനീൻ, അന്നത്തെ പ്രസിഡന്റ് നിലക്ക്, ഉമറേ, നിങ്ങള് ഞെയ്യിരിക്കുന്ന ഞങ്ങളൊക്കെ ഒരു കുപ്പായ ധരിച്ചിട്ടുള്ളത്, നിങ്ങൾ 2 കുപ്പായേ. അത് ഇന്നലെ കിട്ടിയ ഓഹരി ചെയ്ത വസ്ത്രങ്ങൾ, അത് വേറെ നല്ലൊരു ചരിത്രമാണ്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരു വസ്ത്രം, നിങ്ങൾ 2 വസ്ത്രം. ആരാ നിങ്ങളോട് 2 കുപ്പായം ധരിക്കാൻ പറഞ്ഞത്? അപ്പോ ആ മഹാനവറുകൾ അവിടെ ഇരിക്കുന്ന പൊന്നു മോനുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. മോനെ, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, മോനെന്നെ മറുപടി കൊടുക്കണം കേട്ടാ, മോനെന്നെ മറുപടി കൊടുക്കണം. അവ കുട്ടി എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, ഉപ്പ പാവമാണ്, ഉപ്പാനങ്ങളൊന്നും പറയരുത്. ഇന്നലെ വാപ്പ വീട്ടിൽ വന്നപ്പോ ഉപ്പാക്ക് വസ്ത്രം കിട്ടിയിട്ടില്ല, ഒരു കീറിയ വസ്ത്രമാണ്. അവൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ, രാഷ്ട്രത്തിന്റെ നേതാവാണ്, അമീറുൽ മുഅ്മിനീനാണ്, ഈ ലോകത്തിന്റെ പ്രസിഡന്റാണ്. അപ്പോ മോനക്ക് കിട്ടിയ കുപ്പായം വാപ്പാക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ കുപ്പായം ഊരിയിട്ട് എൻ്റെ ഉപ്പാക്ക് കൊടുത്തു. കാണണോ എന്ന് ചോദിച്ചിട്ട് ഈ കുട്ടി അങ്ങ് പൊക്കി, വസ്ത്രം അങ്ങ് പൊക്കിയപ്പോ അടിയിൽ കീറിയ വസ്ത്രം. മറ്റു ഭാരവാഹികളൊക്കെ യാ അമീറുൽ മുഅ്മിനീൻ, അവിടുന്ന് പറയൂ. ഞാൻ എന്തിനത് പറയുന്നറിയോ? ഒരു കമ്മിറ്റി ഭാരവാഹി അത്യാവശ്യം കേൾക്കും, നാട്ടുകാർ വെറുതെ വിടൊന്നുമില്ല. ചിലപ്പോ ഒരു കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഒരു പടം മാറ്റി വെച്ചോക്കട്ടെ, വിടൂലട്ട ആളുകള്. നമ്മണ്ടല്ലേ നേർച്ചക്കൊക്കെ ഒരു പടക്കല പടണ്ട. അപ്പോ പ്രസിഡന്റ് അല്ലേ വെച്ചിട്ട് എല്ലാവർക്കും ഓരോ പടം. പ്രസിഡന്റ് 2 പടം എടുത്ത് വെച്ചു, പ്രസിഡന്റിനെ വിടുവോ? നിങ്ങളും മുണ്ടണില്ലല്ലോ, നിങ്ങളും മുണ്ടണില്ലല്ല, നിങ്ങൾ അതൊക്കെ ഒരു വിഷയമായി തീരൂലേ? അപ്പൊ അതിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പോ ചോദ്യം ചെയ്യണം, അത് ഉമ്മത്തിലുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് പറയൂ, അവിടുന്ന് ഉപദേശിക്കൂ, ഞങ്ങൾ കേൾക്കാം. അങ്ങ് ഞങ്ങളോട് ചോദിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ മഹാനവറുകൾ പുഞ്ചിരിക്കുന്നു. കമ്മിറ്റിക്കാർ മുഴുവനും ചിന്തിക്കണ്ട, ഞാനും ഒരു കമ്മിറ്റി അംഗമാണ് എൻ്റെ നാട്ടിലും. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടെന്നൊന്ന് പലതും നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ പുഞ്ചിരിക്കണം. നമ്മൾ ദേഷ്യപ്പെട്ട് അങ്ങനെ ഉണ്ടല്ലോ അത് നമുക്ക് ക്ഷീണം ചെയ്യും. എന്താണെങ്കിലും അതിനാണ് ഞാൻ അൽഹംദുലില്ലാഹ് ശൈഖുനാ സുൽത്താനുൽ ഉലമ, അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. സുൽത്താനുൽ ഉലമ അറഫയിലേക്ക് ഒരു ഹജ്ജ് വേളയിൽ മിനയിൽ വന്നു. അറഫയിൽ ഒരു വയസ്സായ ഒരു നല്ല മനുഷ്യൻ, നാടൻ മനുഷ്യനാണ്, വിവരല്ല. അയാള് പറഞ്ഞു, ഉസ്താദിനെ നോക്കിയിട്ട് ഇയാള് ബടി ഉണ്ടല്ല. ഉസ്താദിനെ കണ്ടപ്പോൾ ഒരു വെറുപ്പേ. ഇയാള് പറഞ്ഞ പദം വേറെയാണ്, ഇയാൾ ഇവിടെ ഉണ്ടല്ല. പക്ഷെ അറഫീന്ന്
ശൈഖുനാന്റെ ദുആ, ആ ദുആയിൽ കൂടിയിട്ട് ഇയാൾ കുറെ കരഞ്ഞു. എന്നിട്ട് ഇയാൾ പറയാ, ഞാന് ആ മഹാനെ കുറെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പൊരുത്തപ്പെടിക്കണം. അപ്പൊ അതായിരിക്കുന്നു കൂടെ പോയി പൊരുത്ത ഒരു ഉസ്താദുമാര്. അപ്പൊ പോയി ഈ മനുഷ്യൻ പറയാ, ഉസ്താദേ ഞാന് ഒരു നാടനാണ്, നിങ്ങൾ വിവരമുള്ള ആളാണ്, ഞാൻ നിങ്ങളെ കുറെ അനാവശ്യം വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരൂലേ ചോദിച്ചു. അപ്പൊ നമ്മളെ ഉസ്താദേ, ഇത് നമുക്കൊരു പാടാട്ടാണ്, നമ്മളെ ഉസ്താദ് ഇയാളെ ഈ ഹാജിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട്, അജരെ നിങ്ങൾ പറഞ്ഞതൊക്കെ അപ്പപ്പ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, ആരോടൊന്നുമില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വെറുപ്പില്ല, ഒരു വിഷമില്ല, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, അത് നിങ്ങൾ ദ്വാരക്കണം കേട്ടാ. ഇതാണ് കമ്മിറ്റിക്കാരായ നമ്മൾ മുഴുവനും. എന്തും കേൾക്കും, ഒരു മെമ്പറായ കേൾക്കാതിരിക്കില്ല. അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ മുഴുവനില്ല, അങ്ങനെ തന്നെ ആചാര്യ, നമ്മളെന്തും കേൾക്കും. പക്ഷെ എന്താണെങ്കിലും സഹിക്കാൻ നമുക്ക് കഴിയണം, ബദല് പറയാനല്ല. ഒരിക്കലും തന്നെ കേട്ടതിന്റെ പേരിൽ, നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ശൈഖുനാനെ വിളിക്കാൻ ഒന്നും ബാക്കിയില്ല അത്രേ. ആ മനുഷ്യനോടാ പറയുന്നത്, നിങ്ങളോട് എനിക്കൊന്നുമില്ല, ഒരു വെറുപ്പില്ല, ഒരു വിഷമില്ല. നമ്മള് ആ ഒരു ശൈലി എന്ത് കേട്ടാലും ശരി, അത് എൻ്റെ ഗുണത്തിനാണ്. എൻ്റെ നാട്ടുകാരല്ലേ, അവർ കൂടി എന്നെ നിയമിച്ചതല്ലേ, അപ്പൊ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കണം. അപ്പൊ എൻ്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ടാവും, അപ്പൊ അത് അവർ പറയുന്നു, ഞാനത് നികത്തണം. ഇതങ്ങ് ചിന്തിച്ചാലോ ഒരു പ്രശ്നമില്ലല്ലോ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, ഞാൻ നിർത്തുന്നു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വല്ലാതെ പറഞ്ഞൊരു വ്യക്തിയെ കയ്യിൽ കിട്ടി. ഇത് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണം. കയ്യിലങ്ങ് കിട്ടിയപ്പോ പിടിച്ചിട്ട് ഒരു വഴിക്കാക്കണം, പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ നമ്മുടെ ചരിത്രത്തിൽ പഠിച്ച മുഖത്തേക്ക് അങ്ങ് തുപ്പി. ഈ മനുഷ്യന്റെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുഖത്തേക്ക് അങ്ങ് തുപ്പിയപ്പോ കൈയൊക്കെ വിട്ട് അയാളോട് ചിരിച്ച് പുഞ്ചിരിച്ച് ആളെ വിട്ടു. അപ്പൊ കൂടുതലുള്ള ആളുകൾ എന്ത് പണി ചെയ്ത്, നിങ്ങൾ എന്ത് പണി ചെയ്ത്, ബഹുമാനപ്പെട്ടവരോട് നിങ്ങളെന്ത് വിട്ടത്? അപ്പൊ പറയാ, ഞാൻ ദീനിന് വേണ്ടി പിടിച്ചു, പക്ഷെ എന്നെ തുപ്പിയപ്പോ ഞാൻ വല്ലതും ചെയ്താൽ എൻ്റെ വ്യക്തിപരമായി എന്നെ ആ തുപ്പിയതിന് ബദലായി പോവോ, അത് റസൂലുള്ള ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ദീനിന് വേണ്ടി പിന്നെ കാണാം. വ്യക്തിപരമായി ഒരിക്കലും തന്നെ ഇത് കമ്മിറ്റിക്കാരിൽ വല്ലാതെ ഒരു ഉസ്താദിനോട് വെറുപ്പ് വരുന്നത്, ഒരു പള്ളിയിലെ ഉസ്താദിനോട് വെറുപ്പ് വരുന്നത് ചിലപ്പോ ആ ഉസ്താദ് ഇയാള് പറഞ്ഞത് കേട്ട് കാണില്ല, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. വല്ലാത്ത വിഷയമായിട്ട് നിങ്ങളെ നാട്ടിലൊന്നുമില്ല. അപ്പോ നമ്മുടെ ഭാഗത്തെ ഞാൻ സ്ഥലത്ത് വയലിന് പോയി, അവിടെ ഉസ്താദിനെ പിരിച്ചു വിട്ടേ പറ്റൂ. വിഷയം എന്താ സംഭവം നിങ്ങൾക്ക് അറിയണേ? ആ ഉസ്താദിന് പ്രസംഗിക്കാൻ അറിയില്ല. പ്രസംഗി മൈക്കിന് മുമ്പിലിക്കാന്ന് പറഞ്ഞത് വേറൊന്നല്ലേ. അപ്പൊ പ്രസംഗിക്കാൻ അറിയൂല. അപ്പോ ഈ ഉസ്താദ് സ്വാഗതം പറഞ്ഞ കൂട്ടത്തില് ആദ്യ സെക്രട്ടറിയുടെ പേരാ പറഞ്ഞത്, പ്രസിഡന്റിന്റെ പേര് രണ്ടാമതാ പറഞ്ഞത്. പ്രസിഡന്റ് വിഷയാക്കി, അത് തെക്ക് ഭാഗത്തൊക്കെ പോയ വലിയ വിഷയ. എന്നിട്ട് എന്താ പറഞ്ഞറിയാ, ഇയാളവിടെ വെച്ചേക്കാൻ പറ്റൂല. അപ്പൊ അവസാനം ഈ ഉസ്താദ് പറയാ, എനിക്ക് പറയാ അറിയില്ല, അറിയാതെ പറ്റിപ്പോയതാണ്. ഇതാണ് ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ. വ്യക്തിപരമായി നമ്മളെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബഹുമാനിച്ചില്ലേ, അതൊരു കമ്മിറ്റിക്കാരിൽപ്പെട്ട ഒരാളെ എന്തെങ്കിലും വ്യക്തിപരമായി വിദ്വേഷം ഉണ്ടായാൽ പിന്നെ ആളെ പിരിച്ചുവിടാ, പിന്നോട് വേറെ പണിയൊന്നുമില്ല. എന്തൊരു മുസീബത്താണ്, അള്ളാഹു കാക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ദീനിന് വേണ്ടി ഞാൻ പിന്നെ പിടിക്കാം, ഇപ്പൊ എന്നെ തുപ്പിയതിന് പകരമായി പോകോ, അതുകൊണ്ട് ഒരിക്കലും അത് റസൂലുള്ള പൊരുത്തപ്പെടൂല. അവിടുത്തെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തടസ്സമാകും. ഇത് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരു മദ്രസ കമ്മിറ്റി മെമ്പറാകാന്ന് പറഞ്ഞ ഈ ഉമ്മ വലിയ തൗഫീഖാണ്, അല്ലാഹു നൽകുന്ന തൗഫീഖാണ്. പള്ളി കമ്മിറ്റി മെമ്പറാണെങ്കിൽ അതിലേറെ വലിയ തൗഫീഖാണ്. പക്ഷേ വ്യക്തിപരമായി എങ്ങാനും ആ മഹല്ലിൽ നമുക്ക് വേണ്ടി വ്യക്തിവിദ്വേഷം നിലക്ക്
ഒരാളെ കരയിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ അതല്ലെങ്കിൽ വേറെ വല്ല വിഷയങ്ങൾ, എല്ലാം ദീനിന് വേണ്ടി, എല്ലാം സമൂഹത്തിന് വേണ്ടി, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, അതൊരു വ്യക്തിപരമായ രൂപത്തിൽ ഒരു വെറുപ്പോ മറ്റോ ഒന്നല്ല. ഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഉയരാൻ പറ്റുകയില്ല. എന്താണെങ്കിലും അവസരം കിട്ടിയവരാണ് നമ്മൾ. ഞാൻ നിർത്തുന്നു. അവസരം കിട്ടിയവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്. വല്ലതും ചെയ്തു മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസരം ഇപ്പൊ റബ്ബ് തന്നിട്ടുണ്ട്. പടച്ചവനെ, ഈ കാലയളവിൽ ഞാനൊരു കമ്മിറ്റിയിൽ മെമ്പറായിരിക്കുന്ന കാലമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം. ഒരു കുറ്റും കുറവും നോക്കാൻ പോകരുത്. അതേ സ്ഥാനത്ത് കുരുത്തവും പൊരുത്തവും, നേരത്തെ പറഞ്ഞ സാദാത്തുക്കളോടുള്ള മഹബത്തും കുരുത്തവും പൊരുത്തവും, അത് പ്രത്യേകിച്ചും ഉസ്താദുമാരോടുള്ള കുരുത്തവും പൊരുത്തവും 100% നമ്മൾ അത് പടച്ചവനെ ഒരു വിള്ളൽ വിഷയത്തിൽ ഒരു വിള്ളലുണ്ടാക്കില്ല. ആ ഒരു മനസ്സ് നമുക്കുണ്ടാക്കണമെന്നും അതോടുകൂടെയുള്ള പ്രവർത്തനമായിരിക്കണം. ധാരാളം ചെയ്തു അമലുകൾ ഉസ്താദുമാർക്കറിയാം. അതുകൊണ്ടൊന്നും എവിടെ എത്താൻ കുറച്ച് പ്രയാസ, എത്തിപ്പെടാൻ പ്രയാസ. ശിബിലി തങ്ങളോട് അവിടുന്ന് വല്ലാത്ത പദവിയിലെത്തിയപ്പോ, ശിബിലി നിങ്ങൾക്ക് ഈ പദവി കിട്ടാനുള്ള കാരണം എന്താ ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത ഹജ്ജ്, ഞാൻ ചെയ്ത പ്രവർത്തനം, അമലുകള് ഒക്കെ പറഞ്ഞപ്പോ ലാ ലാ ലാ. അപ്പൊ മഹാൻ പറയും, പിന്നെ എന്താണ് എന്ന് വെച്ചു. അപ്പോ അവിടുന്ന് പറയാ, ശിബിലി, നിങ്ങൾ ഇറാഖിലെ ബഗ്ദാദിൽ ഒരു ബിൽഡിങ്ങിന്റെ ചെരിവിലൂടെ അങ്ങ് നടക്കുമ്പോ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ്, വിഷയം ചെറുതല്ലട്ടാ. തങ്ങൾ ഉസ്താദ് നേരത്തെ ഉദ്ഘാടനത്തിൽ ഞാനതങ്ങോട്ട് പൂർത്തിയാക്കുമെന്ന് വിചാരിച്ചു. ചെറിയ വിഷയമല്ലത്. ഒരു പൂച്ചക്കുഞ്ഞിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു മൃഗത്തിന്റെ കാല് കുടുങ്ങിയതിനെ കുറിച്ച് ചോദ്യം ചെയ്തത്. ഇതെന്തിപ്പോ വരുന്നേ? അൽഹംദുലില്ലാഹ്. നമ്മുടെ വാക്ക് ഉസ്താദും അൽഹംദുലില്ലാഹ് വെണ്ണക്കോട് പിന്നെ അബൂബക്കർ സഖാഫി ഉസ്താദൊക്കെ ഷെയ്ഖുനാനോടുള്ള മഹബത്താണ്. ഇതൊക്കെ നോക്കിക്കളെ. ഉപ്പാപ്പയോടുള്ള മഹബത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ CM സെന്റർ കോഴിക്കോട് മടവൂരിലെ വലിയൊരു സ്ഥാപനം, അതിന്റെ അവ ഞാൻ നിർത്തുകയാണ്. അപ്പോ ഞാൻ പറയുന്നത്, എന്താണെങ്കിലും ആ ആട്ടുംകുട്ടിയുടെ കാല് കുടുങ്ങിയത് നിങ്ങൾ എന്തേ ശ്രദ്ധിക്കാതിരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് കരഞ്ഞു എന്ന് മഹാന്മാർ വിവരിക്കുന്നുണ്ട്. അപ്പൊ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞ ഒരു പൂച്ചക്കുഞ്ഞാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതൊക്കെ വിഷയമാണ്. പരത്തി പറഞ്ഞാൽ വല്ലാത്ത പ്രശ്നം തന്നെയാണ്. പരത്താ ഞാൻ നിൽക്കുന്നില്ല. അപ്പോ ആ ബിൽഡിങ്ങിന്റെ ചെരുവിലൂടെ നടക്കുമ്പോ നല്ല തണുപ്പ് സമയം. ശിബിലി തങ്ങളോട് ചോദിക്കുക, ശിബിലി, ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ് വിറച്ച് ആ ചുമരിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ നിങ്ങളുടെ കയ്യിലുള്ള സാളെടുത്തിട്ട്, ശിബിലി, ആ പൂച്ചക്കുഞ്ഞ് നിങ്ങൾ പൊതിഞ്ഞ? നഅം, ഞാൻ പൊതിഞ്ഞു. ആ പൊതിഞ്ഞ സമയം ആ പൂച്ചക്കുഞ്ഞിന്റെ ഹൃദയത്തിൽ അസ്സുറൂർ, ഒരു ചെറിയ സന്തോഷം വന്നു. അതാണ് ശിബിലി നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഒരു പൂച്ചക്കുഞ്ഞിനെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ കമ്മിറ്റിക്കാരാണ്, നമ്മൾ മഹല്ല് ഭരിക്കുന്നവരാണ്. നാട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെയാണെങ്കിലും സന്തോഷിപ്പിക്കണം. പിന്നുണ്ടോ, 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മദ്രസയിലെ ഒരു ഉസ്താദിനെ വേദനിപ്പിച്ചാലുള്ള അവസ്ഥ പറയേണ്ടതുണ്ട്. ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. പഴമക്കാർ ദുആ ചെയ്യും, ഒരാളെയും വെറുപ്പിക്കാത്തൊരു ജീവിതം നൽകണേ അല്ലാ എന്ന് പഴമക്കാർ ദുആ ചെയ്യും. അപ്പോ എന്താണെങ്കിലും തക്ക കാരണമല്ലാതെ, അതിന്റെ അർത്ഥം പല പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നും ഉസ്താദുമാര് പിരിച്ചു എന്നൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് തക്ക കാരണമായിരിക്കണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്താൻ പോകുന്നു ഈ ഒരു സംഭവം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അതൊരു വല്ലാത്തൊരു മഹാൻ തന്നെയാണ്. ബഹുമാനപ്പെട്ടവര് മഹാനവറുകൾ ഒരു ഭാഗത്ത് നല്ല പനി പിടിച്ചിട്ട്, ചെറിയ നിസ്കാരപ്പള്ളി എന്നൊക്കെ ഉസ്താദ് ഇവിടെ പറയാം, തൈക്കാവ് എന്നൊക്കെ പറയില്ലേ, നിസ്കാരപ്പള്ളി, അവിടെ ഇങ്ങനെ കിടന്നു. ബാങ്ക് വിളിച്ചു, മഗ്‌രിബ് നിസ്കരിച്ചു, ഇശബാങ്ക് വിളിച്ചു, എന്നിട്ട് നിസ്കരിച്ച് അവിടെ കിടന്നപ്പോ മൊല്ലാക്ക വന്നിട്ട്, നമ്മൾ മുക്കരിക്കാൻ മൊല്ലാക്ക ഇവിടെ എന്താ പറയാ ഉസ്താദെ?
മൊല്ലാക്ക എന്നല്ല പറയാം, ഞങ്ങളൊന്ന് കൂടി തരിക ബീവികളെ. അപ്പൊ മൊല്ലാക്ക വന്നിട്ട് പറഞ്ഞു പള്ളി അടക്കാനായിട്ടുണ്ട്. അപ്പൊ മഹാനവർകൾ നല്ല ഞാൻ പോയിക്കോളാം പള്ളിന്റെ പുറത്ത് പോയി കടന്നു. അപ്പൊ കുറെ അടച്ചു വന്നിട്ട് ഇതേ മൊല്ലാക്ക ഗേറ്റ് അടക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഗേറ്റ് അടക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞു ഞാന് പനിയാണ്, നടക്കാൻ വയ്യ, അപ്പൊ ഞാൻ നേരം വെളുത്തിട്ട് പോയിക്കോട്ടെ. ഇല്ല, കമ്മിറ്റിക്കാരെന്നോട് കൃത്യ ടൈമില് ഗേറ്റ് പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഉത്തരവാദിത്ത ഉസ്താദ്മാർ അത് നിർവഹിക്കണം, അപ്പൊ ഗേറ്റ് പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മഹാനവർകൾ പറഞ്ഞു ഞാൻ ഇബ്രാഹിം അദ്ഹമാണ്, നിങ്ങൾ ആരായിട്ടെന്താ? മൊല്ലാക്ക പറയാ എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ ജോലി പ്രശ്ന, നാളെ പ്രസിഡന്റ് സെക്രട്ടറി എന്നെ പിരിച്ചു കൊടുക്കും, അപ്പൊ നിങ്ങൾ പുറത്തു പോകണമെന്നാണ്. മഹാനവറുകൾ പുറത്തു വന്ന് കിടത്തിയിട്ട് ഗേറ്റ് പൂട്ടി. ബഹുമാനപ്പെട്ടൊരു പുറത്തു വന്ന് കിടന്നു. അങ്ങനെ ആ ക്ഷീണിച്ച് കിടന്ന് പാതരക്ക് ശേഷം എഴുന്നേറ്റു, പകുതിക്ക് ശേഷം. അപ്പൊ പ്രായം ചെന്നൊരു മനുഷ്യൻ, അത് ഉസ്താദുമാരായ നമ്മളൊക്കെ വീക്ഷിക്കണ്ട, പ്രായം ചെന്നൊരു മനുഷ്യൻ വിറക് കൊത്തുന്നത് കണ്ടു, വിറക് ഇങ്ങനെ. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങള് അവിടെ ചെന്നു. ഈ പ്രായം ചെന്ന ആളോട് അസ്സലാമു അലൈക്കും, അയാൾ സലാം അടക്കി. പിന്നെ മിണ്ടണില്ല, അയാളുടെ പണി, അയാളിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്ന, അയാളെ പണിയെടുക്കുന്നത്. അപ്പോ കുറെ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ബേക്കോട്ട് നോക്കി, വീണ്ടും അയാൾ അധ്വാനിക്കുന്നത്. പിന്നെ ആ മനുഷ്യൻ ജോലി ഒരു ടൈം വന്നപ്പോൾ നിർത്തിയിട്ട് ഇബ്രാഹിം അദ്ഹം തങ്ങളോട് മോൻ എവിടെയാണ്, മോന് എന്നോട് സലാം പറഞ്ഞു, മോൻ എവിടെയാണ് വെച്ചു. അപ്പൊ മഹാൻ ചോദിക്കുക നിങ്ങൾ എന്ത് ഇതുവരെ എന്നോട് ഒന്നും മിണ്ടാനത് വെച്ചു. മോനെ പകലാരും എനിക്ക് ജോലി തരൂല, വയസ്സായിട്ടുണ്ട്, കുട്ടികളെ പോറ്റാൻ ഞാനേ ഉള്ളൂ, ആൺകുട്ടികളൊന്നുമില്ല മോനെ. അപ്പോൾ ഈ വീട്ടിൻ്റെ ഈ തോട്ടത്തിൻ്റെ ഉടമ എനിക്ക് ജോലി തന്നിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ മോനോട് ഞാൻ സംസാരിച്ചാൽ ഇന്നത്തെ ശമ്പളം എനിക്ക് ഹലാലാകൂല. അതൊരു വല്ലാത്ത വാക്കാണ്, ഇന്നത്തെ ശമ്പളം എനിക്ക് ഹലാലാകൂല. അപ്പൊ ഞാന് മോനോട് മിണ്ടാതിരുന്നതാണ്. സലാം അടക്കം നിർബന്ധമാണല്ലോ, മടക്കി. അപ്പൊ ഇബ്രാഹിം അദ്ഹം ചോദിച്ചാ എന്നാ ഇടക്കങ്ങളും തിരിഞ്ഞു നോക്കിയാലാ? അപ്പൊ ഈ മഹാൻ പറയാ ഈ പ്രായം ചെന്നാൾ മോനെ ഒരു സലാമിന്റെ ശബ്ദം കേട്ടു, പിന്നെ ഒന്നുമില്ല, ഞാൻ വയസ്സനാണ്, അസ്രായേലൊക്കെ വന്നതാണ് എന്നെ പിടിക്കാന്, അസ്രായേൽ വന്നതാണോ? അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയതാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവര് ഇബ്രാഹിം അദ്ഹം നിങ്ങൾ പ്രായം ചെന്ന ആളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ശമ്പളം എത്രയാണ് ചോദിച്ചു. അപ്പൊ ഇത് കാര്യപ്പെട്ട ഒരാളാന്ന് തോന്നി, നിങ്ങൾക്ക് ശമ്പളം എത്ര? അപ്പൊ എന്താ, എന്റെ സമയം 3 മണിയാണെങ്കിൽ 3 മണി 2:59 ഞാൻ നിർത്തിയാൽ എൻ്റെ മക്കൾക്ക് ഇത് ഹലാലാവില്ല. അപ്പൊ അത് പേടിച്ചിട്ടാണ് മോനെ. അപ്പൊ നമ്മള് അത് ഉസ്താദുമാര് സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോ അവിടെ നിന്ന് പറയാ നിങ്ങൾ ശമ്പളം എത്ര ചോദിച്ചു. മോനെ 2 ദിർഹമാണ്. അത് 1 ദിർഹം എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം, 1 ദീനാർ. 2ാമത്തെ ദീനാറ് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അയാൾ അടുത്ത് മരിച്ചു, അപ്പൊ അയാളെ പരീക്ക് അരി വാങ്ങും, അയാളെ പരീക്ക് ഞാൻ അരി വാങ്ങുന്നതാണ്. അപ്പൊ 2 ദീനാർ, ഒന്ന് എൻ്റെ വീട്ടിൽക്കും എൻ്റെ കൂട്ടുകാരനും. അപ്പൊ ബഹുമാനപ്പെട്ട ഒന്നുകൂടി ഇഷ്ക് കൂടി അവിടുന്ന് ചോദിച്ചു പിന്നെ അല്ല നിങ്ങള് എന്തെങ്കിലും ഖാലിഖായ റബ്ബിനോട് ചോദിച്ചിട്ട് വല്ല ദുആക്കും ഉത്തരം കിട്ടാത്തുണ്ടായിച്ചു. അപ്പോ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ചോദിച്ച സമയത്ത് വയസ്സായ ആള് പറയാം മോനെ ദുനിയാവ് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ വർഷങ്ങളോളമായി ചോദിക്കുന്നത്, 10-15 കൊല്ലായി. എന്താണെന്നറിയോ, ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നൊരു മഹാനുണ്ട്, ആളെന്ന് കാണിച്ചു തരണേ അല്ലാ എന്ന് ഞാൻ ദ്വാരക്കാറുണ്ട്. അത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, ആ ദ്വാരക്കുത്തരം കിട്ടിയിട്ടില്ല. ആരോടാ പറയുന്നത്? ഇബ്രാഹിം അദ്ഹം തങ്ങളോട്. അതൊരു സംഭവം, ഒരു ഉള്ളിലെ ഒരു കടമ്പ് ഞാൻ പറഞ്ഞത്, ഞാനും ഇങ്ങോട്ട് ശ്രദ്ധിക്കാനാണ്. ഉത്തരവാദിത്വം വലിയ വിഷയമാണ്. ആ മഹാൻ ഹറമിലെത്തിയിട്ട് ഒരു കുട്ടി എങ്ങനെ കല്ല് പിടിച്ചിട്ട് കരയന്നെ കണ്ണീരൊടുക്കി ദുആ ചെയ്യാം. അപ്പൊ ബഹുമാനപ്പെട്ട പടച്ചവനെ ഇതുപോലത്തെ ഒരു കുട്ടി എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു കുട്ടി എനിക്ക് തന്നിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹി ബാങ്ക് വിളിക്കാനായപ്പോ ആ കുട്ടി ഇബ്രാഹിം അദ്ഹം അടുത്ത് വന്നിരുന്നു. അപ്പൊ സുന്നത്ത് സ്കരിച്ചിട്ട് ഉസ്താദെ ഈ മഹാൻ ചോദിക്കുക കുട്ടിയോട്, മോന്റെ നാടെവിടെ? എൻ്റെ നാട് ഇന്ന. അവിടെയാണ് എൻ്റെ നാട്. അവിടെ എവിടെ മോനെ? അവിടെ ഇങ്ങനെ പള്ളിയുടെ അവിടെ തന്നെ എൻ്റെ വീട്. അപ്പോ ഈ കുട്ടിയോട് ചോദിച്ച മോന്റെ ഉപ്പാന്റെ പേരെന്താ വെച്ചു. വാപ്പാന്റെ പേര് പറഞ്ഞപ്പോ ഈ കുട്ടി അങ്ങ് കരഞ്ഞു. എന്ത് കരച്ചിലറിയോ? അപ്പൊ എന്താ കരയെന്ന് വെച്ചു. അപ്പൊ ഈ കുട്ടി പറയും എൻ്റെ ഉപ്പാടെ പേര് ഇബ്രാഹിം അദ്ഹം എന്നാണ്. എൻ്റെ ഉപ്പ എൻ്റെ ചെറുപ്പത്തിൽ പോയതാണ്, ഞാൻ ഇവരെ കണ്ടിട്ടില്ല.
മഹാനവറുകൾ ഇങ്ങനെ അടക്കം പിടിച്ചിട്ടേ. അപ്പൊ ആരാ നേരം സ്വന്തം മോനാണ്. ബഹുമാനപ്പെട്ടവരടക്കം വെച്ച് അവിടെ ചോദിച്ചു, മോനെ സുബഹി വരെ ഈ കല്ല് പിടിച്ചു മോൻ ദ്വാരുന്നല്ല, അതെന്തായിരുന്നു വെച്ചു. അപ്പൊ കുട്ടി പറയാ, ഞാൻ ദ്വാരുന്നത് പടച്ചവനെ, എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ, ഞാൻ ഇതാ ദ്വാ ചെയ്യുന്നത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആ സംഭവം നോക്കൂ നിങ്ങൾ. ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരോട് നമ്മുടെ ഉത്തരവാദിത്വം, അതൊരു ഉസ്താദാണെങ്കിലും മദ്രസയിലെ ഉസ്താദാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ വലിയ വിഷയമാണ്. പക്ഷേ എന്താണെങ്കിലും കമ്മിറ്റിക്കാരോട് ഞാൻ ബഹുമാനപ്പെട്ടവരടക്കം ഇരുത്തി ഞാൻ പറയാം, വാക്ക് ഉസ്താദ് ഒക്കെ ഇവിടെയുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മദ്രസയിലെ ഉസ്താദ് ഒന്ന് പൊട്ടിയാൽ, ഒന്ന് കണ്ണീരൊടുക്കിയാൽ അപകടമാണ്. അനുഭവിച്ചിട്ടേ നമ്മൾ മരിക്കൂ. എന്ത് വാട്സപ്പ് ലോകമാണ്, ആർക്കെന്തും പറയാം, പക്ഷേ എഴുതാം, അനുഭവിക്കാൻ നമ്മളായിരിക്കും. അത് സൂക്ഷിക്കണം കമ്മിറ്റിക്കാരെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു താജുൽ ഉലമയുടെ മക്കളായ, സുൽത്താനുൽ ഉലമയുടെ മക്കളായ, അതുപോലെ ഖുർറത്തു സാദാത്തു പാപ്പയുടെ മക്കളായ നമുക്ക് അല്ലാഹു ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നല്ല ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, സയ്യിദ് മസ്ഊദ് തങ്ങൾ അടക്കമുള്ള ഉപ്പാപ്പയുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹു ഇനിയും നല്ല ഭാവി കൊടുക്കുമാറാവട്ടെ. വലിയ തൗഫീഖ് ലഭിച്ച മക്കളാണ്. അല്ലാഹു നല്ല ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 4:30 വരെ എഴുത്ത് തന്നു സിറാജുമായി. 4:30യുടെ മുമ്പ് നിർത്തരുത് കണ്ടിട്ട്. അപ്പൊ ഞാനങ്ങ് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ ദുആ ചെയ്യാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും. മഹല്ല് ഭരണത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച്